നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര അമ്മേ ശരണം, ഭദ്രേ സർവേശ്വരി. എല്ലാവർക്കും നമസ്കാരം. ബാലേട്ടൻ്റെ ഈ പുണ്യക്ഷേത്രത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി വരാൻ ഭഗവാൻ അനുഗ്രഹിച്ച് സാധിച്ചു. കഴിഞ്ഞ വർഷം ഞാനിവിടെ ആദ്യാകാളീസ്തവം എന്ന് പറയുന്ന ഒരു സ്തുതിയാണ് പ്രഭാഷണ വിഷയമായിട്ട് എടുത്തിരുന്നത്. അത് യൂട്യൂബിൽ വന്നതിന് ശേഷം സാധകരായിട്ടുള്ള അനവധി പേർക്ക് അതൊരുപാട് ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ധാരാളം നല്ല അഭിപ്രായങ്ങളൊക്കെ വരികയുണ്ടായി. അതൊക്കെ ഇവിടുത്തെ അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം സംഭവിച്ചാണ്. കാരണം ഒരു സാധകനായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ തപസ്സുകൊണ്ട്, അനേക ജന്മങ്ങളുടെ തപസ്സുകൊണ്ട്, യോഗശക്തി കൊണ്ട് അമ്മയെ ഇവിടെ ആവാഹിച്ചിരുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അങ്ങനത്തെ വിഷയങ്ങൾ പറയാൻ ഉള്ള ധൈര്യം നമുക്ക് വരുള്ളൂ. മറ്റ് ചിലപ്പോൾ ഒരു നോർമൽ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു ലൈവ് മാത്രമായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തവണ ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു വിഷയം പറയണം. കാരണം ബാലേട്ടൻ്റെ അവിടെ വരിക പറഞ്ഞാൽ മനസ്സിനെപ്പോഴും വളരെ സന്തോഷം, സ്വന്തം വീട്ടിൽ വരുന്നത് പോലെ ഉള്ള ഒരു സന്തോഷമാണ്. ഞാനാണെങ്കിൽ വളരെ എന്താ പറയുക, ഹെവി ആയിട്ടുള്ളൊരു ഷെഡ്യൂളിന് ശേഷമാണ് ഒന്ന് സെറ്റിലാവുകയാണ്. അപ്പോൾ കഴിഞ്ഞ 3 ദിവസം ഇവിടെ കല്ലാകുളങ്ങരയിലുണ്ടായി, ഇന്നിപ്പോൾ ഇവിടെയുണ്ട്. ഇനി നമ്മുടെ അമ്പലത്തിൽ പഴയ കൽപ്പാത്തിയിൽ വെങ്കടാചല മഹാത്മ്യം 4 ദിവസം, അത്രയേ ഉള്ളൂ. ഇനി വേറെ ഞാൻ അടുത്ത കാലത്തൊന്നും ഇനി പ്രഭാഷണം ചെയ്യുന്നില്ല, വയ്യ, നല്ല ക്ഷീണമായി. അപ്പോൾ ഇവിടെ പക്ഷെ പറയാനൊരു വിഷയം അങ്ങോട്ട് കിട്ടി. കാരണം എന്തെങ്കിലും വിശേഷമായിട്ട് വേണം അമ്മയ്ക്ക് എന്നിങ്ങനെ ചിന്തിച്ചു. എന്താ പറയേണ്ടത് എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ബാലേട്ടൻ ചോദിക്കുന്നുണ്ട് വിവരം. എനിക്കങ്ങോട്ട് പറയാൻ പറ്റണില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇന്നിപ്പോൾ 20-ാം തീയതി, നാളെ 21 ജാനകി ജയന്തിയാണ്, സീതാദേവിയുടെ ജയന്തി ദിവസമാണ്. അത് അഷ്ടമിയും കൂടിയാണ്, അതായത് സീതാഷ്ടമി എന്ന് പറയും. ഇന്ന് അഷ്ടമിയാണ്, കാലഭൈരവന് വളരെ പ്രധാനമാണ്. ശബരിയുടെ ജയന്തിയാണ്, അതായത് നമ്മൾ പ്രസിദ്ധയായിട്ടുള്ള ശബരി. അപ്പോൾ ഒരു യോഗിനിയായിട്ടുള്ള ഒരാളുടെ ദിവസമാണെന്ന്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ മുമ്പ് ഒറ്റപ്പാലത്തിൻ്റെയൊക്കെ ഒറ്റപ്പാലം അടുത്തല്ല, ശരിക്കും അതാ പടിഞ്ഞാട്ടാണ്, ഒരു ക്ഷേത്രത്തിൽ ഞാൻ രാമായണത്തിലെ ജഗദംബിക എന്ന് പറഞ്ഞിട്ടൊരു വിഷയം പറയുണ്ടായി. അന്നിങ്ങനെ ജസ്റ്റ് തൊട്ടുപോയ ഒരു ഏരിയയായിരുന്നു. അനവധി വിഷയങ്ങളുണ്ട് രാമായണത്തിൽ. ദേവിയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ്, ഒരുപാടുണ്ട് പറയാം. അപ്പോൾ അതിൽ പറഞ്ഞു പോയ ഒരു ചെറിയൊരു ഭാഗം മാത്രമായിരുന്ന ഒരു വിഷയം ഒന്ന് വിപുലമാക്കിയിട്ട് പറയാനുള്ള ഒരു അവസരമാണ് തോന്നി. ഇവിടെ അമ്മ കാളീഭാവത്തിലിരിക്കുന്നു. സീതയുടെ ജയന്തിയാണ് നാളെ, ജാനകി ജയന്തി. അപ്പോൾ സീതയുടെ കാളീഭാവം പറയാം എന്ന് ചിന്തിച്ചു. സാധാരണ എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് സീതയും കാളിയും അങ്ങനെ ചേർത്ത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മളങ്ങനെ വി ആർ ടോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ ചെറുപ്പം തൊട്ടിട്ട് അങ്ങനെ വേറിട്ട് കണ്ട് പഠിപ്പിച്ച് ശീലിച്ചിട്ടും അങ്ങനത്തെ സമ്പ്രദായങ്ങൾ കണ്ടിട്ടും, അതായത് ഇപ്പോൾ നമ്മൾ വളരെ വൈഷ്ണവായിട്ടുള്ള ഒരു ദേവതയാണല്ലോ സീത എന്ന് പറഞ്ഞാൽ. രാധയുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ്. നാളെ രാധയുടെ, ഞാൻ പല പ്രഭാഷണങ്ങളും പറയാറുണ്ട്, രാധയുടെ മന്ത്രങ്ങൾ മുഴുവൻ കാളിയുടെ മന്ത്രമാണ്. രാധയുടെ മന്ത്രബീജങ്ങളൊക്കെ കാളിയുടെ മന്ത്രബീജമാണ്. അത് അല്ല എന്നൊക്കെ പറഞ്ഞ് ആക്കാനൊക്കെ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും മന്ത്രം മാറില്ലല്ലോ. അപ്പം അതുപോലെ സീതയുടെ കോറായിട്ടുള്ള ഭാവം എന്താ? ശാക്തേയം അഥവാ ശക്തി സമ്പ്രദായം വളരെ വേരോടിയിട്ടുള്ള നാടുകളിൽ, ബംഗാൾ, ഒറീസ തുടങ്ങിയിട്ടുള്ള നാടുകളിൽ സീതയ്ക്ക് കാളീഭാവം വളരെ വിശേഷമായിട്ട് കൊണ്ടാടിയിട്ടുണ്ട്. അമ്മയ്ക്ക് അമ്പലങ്ങൾ വരെയുണ്ട്. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഒരു അമ്പലമുണ്ട്. കൽക്കട്ടയിലെ കാളി തന്നെ ശരിക്കും സീതയാണെന്നൊരു സങ്കല്പമുണ്ട്. കാളിഘട്ടിലെ കാളി, കൽക്കട്ടയിലെ കാളി സീതയാണെന്ന് ഒരു സങ്കല്പമുണ്ട്. അതുപോലെ വേറെയും മധ്യപ്രദേശിലും ഒക്കെ, ഈവൻ കാശിയിൽ പോലും ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നുണ്ട്. വളരെ ഗുപ്തമാണ്, അവിടെ അങ്ങനെ അധികം പേരൊന്നും പോകാറില്ല. അവിടെ സീതയെ കാളിയായിട്ടാണ്
ആരാധിക്കണമെന്ന്. കൗളേശ്വരി എന്നുള്ളൊരു പേരിലൊരു ക്ഷേത്രം ഛത്തീസ്ഗഡിലുണ്ട്, അത് കേട്ടിട്ടുണ്ട്. അവിടെയും സീതയാണെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് ആ ദേവീഭാവം കാളീഭാവം കൊടുത്തുകൊണ്ടുള്ള ക്ഷേത്രങ്ങൾ തന്നെയുണ്ട്. ദ്രൗപദിക്ക് അനവധിയുണ്ട്. ദ്രൗപദിയെ കാളിയായിട്ട് ആരാധിക്കുന്ന എത്രയോ സമ്പ്രദായങ്ങളുണ്ട് തമിഴ്നാട്ടിലുണ്ട്, നമ്മുടെ അവിടെ തന്നെയുണ്ട്. ഇപ്പോൾ നമ്മളിവിടുന്ന് വേനോലി പോണ വഴിക്കൊക്കെ ഒരു അമ്പലമുണ്ട്. നമ്മൾ കൊട്ടേക്കാട് ആ ഭാഗത്ത് പോകുമ്പോൾ ദ്രൗപദിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള കാളി സ്വഭാവത്തിലാണ് അവിടെ ആരാധന. തമിഴ് സമ്പ്രദായങ്ങളിലൊക്കെ ദ്രൗപദിക്ക് അങ്ങനത്തെ ആരാധന. പക്ഷേ സീതയ്ക്ക് സൗത്തിൽ തെക്കൻ നാടുകളിൽ നമുക്ക് അങ്ങനെ കാളീഭാവത്തിലധികം കാണാൻ സാധിക്കില്ല. അപ്പോൾ സീത കാളിയാണ് എന്നുള്ള ആ സങ്കല്പം എവിടുന്നാണ് വരണത് എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ രാമായണം എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കത് ചിലപ്പോൾ അതൊന്നും കിട്ടില്ല. രാമായണത്തിലൊന്നും നമുക്ക് കാര്യമായിട്ട് ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. വാൽമീകി രാമായണത്തിൽ കാണില്ല, അധ്യാത്മരാമായണത്തിലൊന്നും ഒരിക്കലും കാണില്ല. കാരണം അധ്യാത്മരാമായണമൊക്കെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. സംസ്കൃതത്തിൽ വ്യാസമഹർഷി രചിച്ചു എന്ന് പറയപ്പെടുന്ന രാമായണത്തിനെ സ്വതന്ത്ര തർജ്ജമ ചെയ്തതാണ് എഴുത്തച്ഛൻ. പറയാൻ എഴുത്തച്ഛൻ ഒന്നാന്തരം ശ്രീവിദ്യാ സമ്പ്രദായക്കാരനും കൗളമാർഗിയായിരുന്നു. അദ്ദേഹം പോലും സീതയ്ക്ക് കാളിഭാവം കൊടുത്ത് അതിനെ എക്സ്പ്ലിസിറ്റായിട്ട് സ്പഷ്ടമാക്കിക്കൊണ്ട് കൊടുത്തിട്ടില്ല. അദ്ദേഹം മദ്യമാംസങ്ങളോടുകൂടി തന്നെ പൂജ കഴിച്ചിരുന്ന ആളാണ്. അങ്ങനെ ഒരിക്കൽ പൂജ കഴിച്ച് ആ പ്രസാദം സേവിച്ച് അല്പം ബോധമില്ലാണ്ട് ഇരിക്കുന്ന സമയത്താണ് ഭട്ടതിരിപ്പാട് അയച്ച ദൂതം പോകുന്നതും മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞ കഥയൊക്കെ വരുന്നത് അവിടെ നിന്നാണ്. ഈ ചിറ്റൂർ വെച്ചിട്ട് ഉണ്ടായ കഥയാണത്. അപ്പം സീതയും കാളിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം, പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ദേവിയാണെങ്കിലും രണ്ട് ഭാവമാണ്. അതിനെ നമുക്ക് എങ്ങനെയാണ് ചേർക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ അതിനെ ചേർത്ത് കാണാനുള്ള ഒരു ഇതില്ല. അപ്പം കാളി തന്നെ എത്ര കാളി ഉണ്ടെന്ന് നമുക്കറിയില്ല. അതാണ്, കാളി ഭദ്രയുണ്ട്, മഹാകാളിയുണ്ട്, ദക്ഷിണകാളിയുണ്ട്, ശ്മശാനകാളിയുണ്ട്, കരിങ്കാളിയുണ്ട്, അല്ലേ? അങ്ങനെ അനവധി കാളികൾ തന്നെ അനേകായിരം കാളികളാണ്. ഓരോ ഉപാസകനനുസരിച്ചിട്ടും അമ്മ പ്രകടമായിട്ടുണ്ട് പ്രപഞ്ചത്തിൽ. അതിനൊക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇതാ സീതയെ കാളിയാക്കി കൊണ്ടുവരുന്നത്. സീതാകാളി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഛത്തീസ്ഗഡിലെ ക്ഷേത്രത്തിൻ്റെ വേറൊരു പേരിന് സീതാകാളി ക്ഷേത്രം എന്നൊക്കെയാണ്. അപ്പം എന്തുകൊണ്ടാണ് നമുക്കിത് ചേർക്കാൻ പറ്റാത്തത് വെച്ചാൽ, നമുക്ക് എല്ലാ മനുഷ്യനെ കുറിച്ചാണെങ്കിലും ഒരു ഇമേജ് ഉണ്ട്. നമ്മൾ പറയും അയാളെ ഭയങ്കര ദേഷ്യപ്പെട്ടു, അയാൾക്ക് ദേഷ്യപ്പെടാൻ പറ്റുമോ, അയാൾ വളരെ ശാന്തനായ ഒരാളല്ലേ എന്ന് നമ്മൾ ചോദിക്കും. അത് നമ്മുടെ മനസ്സിൽ നമ്മളൊരു ഫ്രെയിം അടിച്ചു വയ്ക്കും മനുഷ്യരെക്കുറിച്ച്. അതേക്കാട്ടിലും കട്ടി ഫ്രെയിമുകളാണ് നമ്മൾ ഈശ്വരനെക്കുറിച്ച് അടിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പം മുമ്പ് പല പ്രഭാഷണങ്ങളും ഞാൻ കൃഷ്ണൻ കാളിയാണെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഉൾക്കൊള്ളാൻ നിർബന്ധമൊന്നുമില്ല, സത്യം അതാണ്. അപ്പോൾ പിന്നെ അതിപ്പോൾ നിർബന്ധം ഈ ഉൾക്കൊണ്ടേ പറ്റൂ എന്നൊന്നുമില്ല. അതവിടെ ആചാര്യന്മാർ കണ്ടെത്തിയിട്ടുള്ള വിഷയം പറഞ്ഞു വെച്ചു എന്ന് മാത്രം. സീതയുടെ വിഷയം എന്താ വെച്ചാൽ, സീത ക്ഷമയുടെ, ഭൂമിയുടെ പുത്രിയാണ്. ഭൂമിയുടെ പേരല്ല ക്ഷമ എന്നാണ്. ആ ക്ഷമയുടെ മകൾ ക്ഷമയാണത്. അപ്പോൾ ആ പേഷ്യൻസ് എന്ന് പറയും നമ്മളതിൽ, ആ ക്ഷമയുടെ പാരമ്യത, ധർമ്മത്തിൻ്റെ പാരമ്യത, ഇത് രണ്ടുമാണ്. ധർമ്മത്തിൻ്റെ പരിപാലനത്തിന് വേണ്ടിയിട്ട് ഒരു ദുഷ്ടനെ വധിക്കാൻ അവനവൻ്റെ ജീവിതം അപകടത്തിലാക്കിയവളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീതയെ തട്ടിക്കൊണ്ടുപോക്കില്ലെങ്കിൽ രാവണവധമില്ല. ഞാൻ മുമ്പും പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുള്ളത്, രാവണൻ സിനിമയിൽ പറയും 14 റീലുള്ള പടത്തിൽ 13 റീല് വരെയും വില്ലനാണ് നായകൻ. വില്ലൻ ഗംഭീരമായാലേ 14ാമത്തെ റീലിൽ നായകൻ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം നായകൻ എന്ത് മിടുക്കനായിട്ടും കാര്യമില്ല, വില്ലന് ശക്തി കൂടും തോറുമാണ് പടത്തിന് പവർ വരിക. രാവണൻ്റെ ആയുസ് 20,000 വർഷമാണ്. 20,000 വയസ്സ് വരെയാണ് രാവണൻ ജീവിച്ചത്. അതിൽ 19,999 19,999 വർഷവും രാവണൻ കിങ്ങാണ്. തോട്ടാൻ പറ്റിയിട്ടില്ല ഒരാൾക്ക്. അവസാനത്തെ 1 വർഷം മൂപ്പര് അബദ്ധം കാണിച്ചു, സീതയെ തട്ടിക്കൊണ്ടുവന്നു. ആ 1 വർഷത്തെ കഥയാണ് രാമായണം. ഭഗവാൻ അന്ന് 10-28 വയസ്സുണ്ടാവും. ആ 1 വർഷത്തെ കഥ. ഭഗവാൻ 28 വയസ്സും രാവണൻ ഇത്രയും വയസ്സുമാണ് യുദ്ധം നടക്കുന്നത്. അപ്പോൾ അതിന് കാരണമാകുന്നത് ഈ 19,999 വർഷവും രാവണനെ അടക്കാൻ പറ്റാത്തത്, പ്രപഞ്ചത്തിൽ രാവണനെ വീഴ്ത്താൻ തക്കതായിട്ടുള്ള ഒരു കർമ്മദോഷമില്ല. രാവണൻ എന്ത് ദ്രോഹിയാണ്, കുറേ ശാപം കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ രാവണൻ്റെ ഉപാസനയും ഒക്കെ അത്രമാത്രം ആയതുകൊണ്ട് രാവണനെ വീഴ്ത്താൻ വഴി ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ആ സമയത്താണ് സ്വന്തം മകളെ തട്ടിക്കൊണ്ടുപോവുക എന്നുള്ളൊരു ദോഷം വെച്ചു കൊടുത്തു എന്ന് പിൽക്കാലത്തെ രാമായണങ്ങളിൽ പറയും. അതിലേക്ക് ബന്ധിപ്പിക്കാം കൊണ്ടുവന്നിട്ട്. എന്താണെങ്കിലും സീത എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതം ഹോമിച്ചവളാണ്. എന്നിട്ട് ആ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടായോ? കുറച്ചു കാലം വന്നു, വീട്ടിൽ വന്നു ഇരുന്നു, എന്താ പറയുക, ഭഗവാന്റെ കൂടെ ഇരുന്നു, ഗർഭിണിയായി. ആ അവസ്ഥയിൽ കാട്ടിൽ കൊണ്ടേ കളയേണ്ടി വന്നു. നമ്മൾ സാധാരണഗതിക്ക് ധാർമ്മിക രോഷം കൊണ്ട് തിളയ്ക്കും അല്ലേ? എത്രമാത്രം ദുരന്തപൂർണ്ണമാണ് നമ്മുടെ ജീവിതം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ദ്രൗപദി എത്രമാത്രം പൊതുമധ്യത്തിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതേപോലെ സഫർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതും തടങ്കലിൽ കൂടെ, ഏകാന്തതയിലും തടങ്കലിലും കൂടിയും അപമാനത്തിൻ്റെ പരകോടി അനുഭവിച്ചിട്ടുള്ളൊരു ജന്മമാണ് അമ്മയുടെ. ഒരു സാധാരണ മനുഷ്യ സ്ത്രീ ആണെങ്കിൽ അത് താങ്ങില്ല. അപ്പം തന്നെ മനസ്സിലാക്കണം, അവൾ ശക്തിയാണ്. ശക്തി ഇല്ലെങ്കിൽ ഇത് താങ്ങാൻ പറ്റില്ല. ഏറ്റവും വലിയ ശക്തിയുടെ പ്രകടനം ആ ശക്തി ബലി കഴിക്കപ്പെടുമ്പോഴാണ്, ത്യജിക്കുമ്പോഴാണ്, ത്യാഗം ചെയ്യുമ്പോഴാണ്. ഈശ്വരൻ എപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ത്യാഗം ചെയ്തിട്ടാണ്. പ്രപഞ്ചത്തിലെ എല്ലാ നല്ല വസ്തുക്കളും പാലാഴിയിൽ നിന്ന് ഉയർന്നു വരുമ്പോഴും വിഷം മാത്രം സ്വീകരിച്ചിട്ട് ബോധം കെട്ട് വീണ ശിവൻ്റെ കഥ പറയാറുണ്ട്. ഭഗവാൻ ആദ്യത്തെ അതിൽ അങ്ങനെ അങ്ങോട്ട് ഭക്ഷിക്കുകയാണ്. ഭഗവാന്റെ ത്യാഗം മനസ്സിലാക്കുന്നത് ആകെ നാരായണൻ മാത്രമാണ്. നാരായണൻ്റെ കണ്ണുകൾ ധാരധാരയായിട്ട് നിറഞ്ഞൊഴുകുന്നതാണ്. ശിവൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാം. എന്നിട്ട് അത് ഭക്ഷിച്ച ഉടനെ ഭഗവാൻ ആദ്യം മോഹാലസ്യപ്പെട്ട് വീഴുന്നുണ്ട്. ശിവൻ മോഹാലസ്യപ്പെടണമെങ്കിൽ ആ വിഷത്തിൻ്റെ കാഠിന്യം എന്തായിരിക്കും? ആ പാലാഴിയിൽ നിന്ന് വന്ന് എന്തെങ്കിലും ഒരു നല്ല വസ്തു ആ അച്ഛൻ എടുത്തുവോ? ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, അവർ വിഷം മാത്രം സ്വീകരിച്ചു. അങ്ങനെ കഴുത്തിൽ വിശുദ്ധി ചക്രത്തിൽ അടക്കിയ വിഷത്തുനിന്ന് ഉണ്ടായവളാണ് കാളി. കണ്ഠേ കാളി എന്നാണ് പറയുക. കണ്ഠേ കാളി എന്നാണ് പറയുക. അവളുടെ സ്വഭാവം ഈ നേരത്തെ പറഞ്ഞ ആളുടെ സ്വഭാവമല്ല. ഞാൻ ഈ അവളെന്നൊക്കെ പറയും, അത് അതിലൊന്നും വിഷമം വിചാരിക്കരുത്. ഞാൻ അവളെന്നൊക്കെ പറയും, അവനെന്നും പറയും, അവളെന്നും പറയും. അതിലൊന്നും വിഷമം വിചാരിക്കരുത്. ആ ബന്ധത്തിന് വേണ്ടിയിട്ടാണ്, മനസ്സിൽ അത്ര അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ പറയണം. അപ്പോൾ ആ അമ്മയുടെ സ്വഭാവം എന്താ? അവൾ സംഹാരിണിയാണ്. സംഹരിക്കുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു? 5 ഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതൊക്കെ കൊണ്ട് ഉണ്ടാക്കി ചേർത്തിട്ടുള്ള ശരീരങ്ങൾ, വസ്തുക്കൾ എല്ലാം ഉണ്ട്. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ അതിനെയൊക്കെ പൊടിച്ച് വീണ്ടും ആകാശം, വായു, അഗ്നി, ജലം എന്നുള്ള കോൺസ്റ്റിറ്റ്യുവൻ്റ് കോമ്പണൻസ് ആക്കിയിട്ട് നമുക്കാർക്കും ഒരിക്കൽ ഉണ്ടാക്കിയ സാമ്പാറിനെ വീണ്ടും മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടിയാക്കി മാറ്റാനുള്ള കഴിവില്ല. അങ്ങനെ പിന്നെ നമ്മൾ അടുക്കളയിൽ ഒരിക്കലും സാധനം വാങ്ങേണ്ട ആവശ്യമേ വരില്ല. പക്ഷെ പ്രപഞ്ചം അങ്ങനെയല്ല. പ്രപഞ്ചത്തിൽ എന്തുണ്ടോ അതിൽ നിന്നെടുത്ത് അതിലേക്ക് ചേർത്ത് ഒക്കെ ഉള്ളതിൽ നിന്നെടുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് തിരിച്ചെടുത്ത് അങ്ങനെയാണ്. ഒന്നും പുതുതായിട്ട് വരുന്നില്ല, ഒന്നും ഇല്ലാണ്ടാവണമില്ല. അതുകൊണ്ടാണ് ഉപനിഷത്തുക്കളും പൂർണ്ണമിതം എന്ന് പറഞ്ഞത്. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുക്കാം, അത് രണ്ടും ചേർത്താലും പൂർണ്ണം, ഒന്നിന്ന് മൈനസ് ചെയ്താലും പൂർണ്ണം, പൂർണ്ണത്തിന് പൂർണ്ണം കിഴിച്ചാലും പൂർണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയണതിൻ്റെ കാരണം അതാണ്. അങ്ങനെ ഈ ഉള്ള വസ്തുക്കളെ അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് സംഹാരം. അല്ലാണ്ട് നമ്മൾ കരുതുന്ന മാതിരി ഒരു വാളെടുത്ത് വന്ന് വെട്ടി ജീവൻ എടുക്കലല്ല. സംഹാരക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അത് എന്നിട്ട് ശുദ്ധമാക്കിയിട്ട് ഷെൽഫിലെടുത്ത് വയ്ക്കും, അടുത്ത സൃഷ്ടിക്കും. അതിന് തിരോഭാവമെന്നും അനുഗ്രഹം എന്നും കൂടെ പറയുകയാണ് പഞ്ചകൃത്യങ്ങൾ. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം. ഇത് 5ഉം ചെയ്യുന്നവളായതുകൊണ്ട് അമ്മ പഞ്ചകൃത്യപരായണ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയും. അമ്മയ്ക്ക് അങ്ങനെ അമ്മയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് പ്രകൃതി തന്നെ സംഭവിക്കുന്നതാണ്. അവളുടെ ശരീരം ഉണ്ടാക്കുന്നു, അവൾ നിലനിൽക്കുന്നു, അവൾ തന്നെ പൊടിച്ച് സംഹരിക്കുന്നു, അവൾ തന്നെ ഘടകങ്ങളായിട്ട് നിൽക്കുന്നു, അവൾ തന്നെ ആവശ്യാനുസരണം വീണ്ടും സൃഷ്ടിക്കുന്നു. ഈ ഒരു ചക്രത്തിൽ പോയിക്കൊണ്ടിരിക്കും. അതിൽ ഈ സംഹാരം എന്ന് പറയുന്ന ഈ കോൺസ്റ്റിറ്റ്യുവൻസ് ആക്കി മാറ്റുന്ന അടിസ്ഥാന ഘടകങ്ങളാക്കി മാറ്റുന്ന വിദ്യ ഏതൊരു ഭാവത്തിലാണോ ഇരിക്കുന്നത് അവൾ കാളി. അത് കാളി. അപ്പോൾ ഒരു വശത്ത് ക്ഷമയുടെ മൂർത്തിമത് ഭാവമായിട്ടുള്ള സീത, ധർമ്മത്തിന് വേണ്ടിയിട്ട് സകല ത്യാഗങ്ങളും ചെയ്ത സീത, ഇവിടെ ധർമ്മം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുത്തുകൂടെ പോകുമ്പോഴേക്കും കത്തിജ്വലിക്കണ വിധത്തിൽ കോപമുള്ള ഭാവത്തിലുള്ള കാളി. അപ്പോൾ ഇത് എങ്ങനെ ചേർന്ന് പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇതിഹാസത്തിൻ്റെയും പുരാണത്തിൻ്റെയും ഒക്കെ ആ അഗാധതയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണാം, ഈ ശാന്തയായവൾ തന്നെയാണ് ഘോരയായവൾ, ഘോരയായവൾ തന്നെയാണ് ശാന്തയായവൾ. നമ്മൾ ഭഗവാൻ മഹാദേവനൊരു വാക്ക് ഉപയോഗിക്കും, അഘോരൻ എന്ന് പറയും. അഘോരൻ എന്ന് പറഞ്ഞാൽ ഒട്ടും ഘോരതയില്ലാത്തവൻ, പരമശാന്തൻ. അഘോരൻ എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥം ഘോരതയുടെ പാരമ്യത എത്തിയവൻ. കുമാരനാശാൻ പറഞ്ഞിട്ടുള്ളൊരു വരി ചില പ്രഭാഷണത്തിലൊക്കെ ഞാൻ പറയുന്നുണ്ട്, ഭാവത്തിൻ പരകോടിയിൽ സ്വയം അഭാവത്തിൻ സ്വഭാവം വരാം. ഒരു കാര്യം അതിൻ്റെ മാക്സിമത്തിലെത്തിയാൽ അതില്ല തോന്നാം. സങ്കടത്തിൻ്റെ മാക്സിമത്തിൽ മനസ്സ് മരവിച്ചിട്ട് കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും വരില്ല, അങ്ങനെ ഇരിക്കും. സങ്കടമല്ല, സങ്കടത്തിൻ്റെ പരകോടിയിൽ സങ്കടമില്ല. സന്തോഷത്തിൻ്റെ പരകോടിയിൽ ഇന്നസെൻ്റായിട്ട് ലോട്ടറി അടിക്കാൻ കണ്ടിട്ടില്ലേ? കിലുക്ക് അതന്നെ പരകോടിയാണത്. ഫാന്, ടയർ, വണ്ടിയുടെ ടയറൊക്കെ ഭയങ്കര സ്പീഡിൽ കറങ്ങേണ്ട അവസാനം ടയർ നിൽക്കണ പോലെ തോന്നും, ഫാൻ നിൽക്കണ പോലെ തോന്നും അല്ലേ? അതെന്താ? ഭാവത്തിൻ്റെ പരകോടിയിൽ സ്വയം അഭാവത്തിൻ്റെ സ്വഭാവം വരാൻ പ്രകൃതിയിൽ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഇതാണ് ശരിയായ ഭാവം എന്ന് പറയാൻ പറ്റില്ല. അമ്മ ശാന്തയാണോ? ശാന്തയാണ്. ഘോരയാണോ? ഘോരയാണ്. അതിൻ്റെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ സീതയും കാളിയും എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട് ഇത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞ് ഒന്നാക്കി തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ വേരിൽ ചെന്ന് നോക്കിയാൽ ഇവർ രണ്ടുപേരും ഒന്നാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത് ശാസ്ത്രം അല്ലെങ്കിൽ പുരാണം, പാരമ്പര്യം, ഈ 3 കാര്യങ്ങളിലും ഇതിൻ്റെ ധാരാളം രഹസ്യങ്ങൾ അവിടെ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അമ്മയായിട്ട് സംബന്ധിച്ചിട്ടുള്ളതൊക്കെ രഹസ്യങ്ങളാണ്. പൊതുവേദികളിൽ സാധാരണ നാരായണൻ്റെയോ അല്ലെങ്കിൽ മഹാദേവൻ്റെയോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ മഹാദേവൻ്റെയും പറ്റില്ല. അമ്മയുടേത് സാധാരണ ഗുരുമണ്ഡലങ്ങളിൽ ശിഷ്യന്മാരായിട്ടോ ഒരു ഗുരുനാഥൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ആ ദേവതയുടെ സാധകരുടെ ഇടയിൽ അവിടെയൊക്കെ ചർച്ച പാടുള്ളൂ എന്നാണ്. കാരണം എന്താ വെച്ചാൽ അമ്മയുടെ വിഷയങ്ങൾ നമ്മൾ സാധാരണ സമൂഹം കാണുന്നതോ മനസ്സിലാക്കുന്നതോ ആയിട്ടുള്ള കാഴ്ചപ്പാടുകളിലല്ല അമ്മയുടെ പല കാര്യങ്ങളും. അത് പ്രകൃതിയുടെ സ്വഭാവമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനെ നേരാവണ്ണം ഉൾക്കൊള്ളാനുള്ളൊരു മാനസിക പക്വത നമുക്ക് ഉണ്ടാവില്ല. എന്താ അങ്ങനെ? അമ്മ മദ്യപിക്കും, ദേവി മദ്യപിക്കും. അമ്മയ്ക്ക് മാംസം ഇഷ്ടമാണ്, അമ്മ മാംസം കഴിക്കും. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മളിതൊക്കെ ചെയ്യും, പക്ഷെ അമ്മ കഴിക്കരുത്. നോക്കൂ, അവൾ പ്രസവിക്കും, അവൾ വളർത്തും, അവൾക്ക് തോന്നി അവൾ കൊല്ലും, അവൾക്ക് തോന്നി അവൾ വെട്ടിക്കൊന്നറിയും. അത് പ്രകൃതിയാണ്. അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അവിടെ മനുഷ്യൻ്റെ ജനാധിപത്യം, സമവായം, ഡെമോക്രസി, കൺസെൻസസ്, തുല്യത, ഇക്വാലിറ്റി, ലിബർട്ടി, ഇങ്ങനത്തെ ആശയങ്ങളൊന്നും ആ അമ്മയുടെ വാളിൻ്റെ മുന്നിലില്ല. അതൊക്കെ മനുഷ്യനുണ്ടാക്കുന്ന യുട്ടോപ്പിയൻ ആശയങ്ങളാണ്. അതിൻ്റെ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അത് മനസ്സിലാവും. പ്രകൃതിയിൽ ഇറങ്ങിച്ചെന്നാൽ അവളിങ്ങനെ മടിയെ കിടത്തി മുലപ്പാൽ കൊടുക്കണേയും കാണാം, അടിച്ച് പഠിപ്പിച്ച് വളർത്തണേയും കാണാം, ഏറ്റവും ഉയർത്തി കൊണ്ടുവയ്ക്കണതും കാണാം, ചിലപ്പോൾ അവൾ വെട്ടി ചോര കുടിക്കണേയും കാണാം. അങ്ങനെ അമ്മയെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ പദ്ധതിയുടെ ആഴത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരുംവരായകളും അരുതുകളും ഒക്കെ വെച്ചിട്ടുള്ള ചിന്തകൾ, ഫ്രെയിം അടിച്ചിട്ടുള്ള ചിന്തകൾ വെച്ചിട്ട്, നമ്മുടെ മനസ്സിൽ കുറേ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകൾ വെച്ചിട്ട് അമ്മയെ സമീപിച്ച അമ്മയെ കിട്ടില്ല. എത്ര സഹസ്രനാമം ലളിത ചൊല്ലിയാലും കിട്ടില്ല. തുറന്ന മനസ്സുണ്ടാവണം. അമ്മ സകലതുമാണ് എന്നുള്ള ബോധം ഉണ്ടാവണം. അവൾ അലങ്കരിക്കപ്പെട്ടവളുമാണ്, അവൾ നഗ്നയുമാണ്. അവൾ മുടി അഴിച്ചിട്ട് ശരീരത്തിൽ വസ്ത്രങ്ങളില്ലാണ്ട് അലറി വിളിച്ച് നിൽക്കുമ്പോൾ കടൽ, ആ മഴക്കാലത്ത് കൊടുങ്കാറ്റടിക്കുമ്പോൾ കടലിനും ആകാശത്തിനൊക്കെ ഒരു നിറണ്ട്, അതിങ്ങനെ അലറിക്കൊണ്ടാണ് ഇരിക്കുന്നുണ്ടാവുക. അതാണ് കാളി. അവളെ ഒന്ന് വസ്ത്രം ഉടുപ്പിച്ചു, അവളുടെ മുടിയുടെ തുമ്പ് അപ്പോഴും കെട്ടിയിട്ടില്ല, മുകളിൽ മാത്രം ഒന്ന് കെട്ടി വെപ്പിച്ചു. ചുവന്ന വസ്ത്രം കൊടുക്കണം. അപ്പോൾ അവൾ ദുർഗയായി. അവളുടെ രോഷം കുറഞ്ഞിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ അവൾക്ക് പച്ച വസ്ത്രം കൊടുത്തു, ഉർവരതയുടെ, ഫെർട്ടിലിറ്റിയുടെ. മുടിയുടെ തുമ്പ് കെട്ടിച്ചു, അവളെ ഇരുത്തി, അവിടെ പിടിച്ചിരുത്തി, മടിയിൽ 2 മക്കളെ വെച്ച് കൊടുത്തു. അമ്മയായി, ഉമയായി. അങ്ങനെ അമ്മയെ കിട്ടിയ ഭാഗ്യ. പക്ഷെ ആ അമ്മ ഈ മറ്റ് 2 കൂടിയാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. സീതയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സീതയിൽ ശ്രദ്ധിച്ചാൽ കാണാം, എന്നും ഒരു
ഉള്ളിലൊരു പവർ, ഒരു രൗദ്രത, ഒരരം 5 വയസ്സുള്ളപ്പോൾ നമുക്ക് കാണാം. സീത കളിക്കുമ്പോൾ എങ്ങനെയോ ഒരിക്കൽ ത്രയംബകം വില്ല് വെച്ച മുറിയിലേക്ക് കയറിപ്പോയി. അന്ന് 5 വയസ്സമ്മയ്ക്ക്. കളിച്ച് കുട്ടികൾ കളിച്ച് ഈ റൂമിൽ കയറിപ്പോയി. അവൾ ആ വില്ലെടുത്ത് പൊക്കി അതിനെ അങ്ങോട്ട് നിലത്തിട്ടു. അമ്മ പൊക്കി നിലത്തിട്ടു. അത് ജനകം കണ്ടു. അന്നാ തീരുമാനിച്ച് ഇത് കൊലയ്ക്കാൻ പറ്റുന്നവനെ അവൾക്ക് കൊടുക്കുള്ളൂ. കാരണം ഒരു കൊച്ചു കുട്ടിക്ക് മഹാദേവൻ ഉയർത്തിയ വില്ലെടുത്ത് ഉയർത്താനുള്ള ശക്തി ഉണ്ടെങ്കിൽ ജനകന് പോലും സാധിക്കില്ല. എത്രയോ പട്ടാളക്കാർ ചേർന്ന് പിടിച്ചാലാണ് ആ വില്ല് കയ്യിലൊന്ന് പൊക്കാൻ പറ്റുക. ആ വില്ലിനെ വളരെ കളിയായിട്ട് എടുത്തിട്ട് കുട്ടി കളിക്കറ കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയതെന്ന് പറയും. വാൽമീകി രാമായണമാണ് പ്രമാണമായിട്ടുള്ള രാമായണം എന്നുണ്ടെങ്കിലും പിൽക്കാലത്ത് അനവധി രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഇരട്ടത്താപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്ഥാപിക്കാൻ മറ്റ് രാമായണങ്ങളെ കൂട്ടുപിടിക്കും. നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഉടനെ പറയും അതൊക്കെ പിന്നുണ്ടായ രാമായണമല്ലേ, അതൊന്നും വിശ്വസിക്കരുതെന്ന് പറയും. രാമായണം ലക്ഷക്കണക്കിനുണ്ട്. ആയിരക്കണക്കൊന്നുമല്ല, ലക്ഷക്കണക്കിന് രാമായണങ്ങളുണ്ട്. ഇപ്പം രാമായണത്തിലെ ജഗദംബിക പറഞ്ഞ സമയത്ത് ഞാൻ മലേഷ്യൻ രാമായണമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സേരി രാമ എന്ന് പറഞ്ഞാൽ മലേഷ്യയിലെ രാമായണം, പൗമചരിതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാമായണങ്ങളുണ്ട്. ഇന്തോനേഷ്യയിലും തായ്ലൻഡിലും ഒക്കെ വിചിത്ര കഥകളാണ്. അതുപോലെ സംസ്കൃതത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു രാമായണം, അത്ഭുത രാമായണം എന്ന് പറയും. വാൽമീകി എഴുതിയ 2 രാമായണങ്ങൾ, ഒന്ന് വാൽമീകി രാമായണം, ഒന്ന് അത്ഭുത രാമായണമാണെന്നാണ് പാരമ്പര്യ വിശ്വാസം. ബാക്കിയൊക്കെ മറ്റുള്ളവർ എഴുതിയതാണ്. അത്ഭുത രാമായണം കുറെ കൂടെ വിപുലീകരിച്ചിട്ടാണ്. 24,000 ശ്ലോകങ്ങളിലുള്ള വാൽമീകി രാമായണത്തിനെക്കാട്ടിലും വിപുലീകരണമാണ്. അതിൽ അനവധി കഥകളുണ്ട്, അനവധി രാവണന്മാരുണ്ട്. ഒരു രാവണനൊന്നുമല്ല. അതിൽ 10 തല രാവണൻ, 1000 തല രാവണൻ ഒക്കെയുണ്ട്. ഓരോ യുദ്ധങ്ങളാണ്, വളരെ വിപുലമായിട്ടുള്ളതാണ്. അതിനൊക്കെ കഥയ്ക്കപ്പുറം രഹസ്യാർത്ഥങ്ങളുണ്ട്, യോഗവിദ്യയാണ്. അതിൻ്റെ ഒരു ഭാഗം പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മളിന്ന് അവസാനിപ്പിക്കുക. എന്നാലും അതിന് മുമ്പുള്ള ആ ഒരു ഇതിലേക്ക് പോവാണ്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ദേവിയിൽ ഒരു എന്താ പറയുക വീരത അമ്മയിലുണ്ട്. ആ വീരത സീതയുടെ ഓൾ ത്രൂ സീതയുടെ ലൈഫിൽ, ഈവൻ ലക്ഷ്മണനെ കുറ്റം പറഞ്ഞിട്ട് ആ മാരീചൻ്റെ ആ നിലവിളി കേട്ടിട്ട് ഓടിപ്പിക്കണ ലക്ഷ്മണൻ്റെ മേലെ ആരോപണ ശരങ്ങൾ കൊടുത്ത് പറയുന്ന ഭാഗത്ത് പോലും ആ നാക്കിൻ്റെ മൂർച്ച, വാൽമീകി എഴുതിയിട്ടുള്ള ശ്ലോകങ്ങളിൽ ആ നാക്കിൻ്റെ മൂർച്ചയെ പോലും ആ കാളിയെ നമുക്കറിയാൻ പറ്റും. സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സീതയെ പോലൊരു വ്യക്തി പറയാൻ പാടില്ലാത്ത, ഒരിക്കലും സാധ്യതയില്ലാത്ത വാചകങ്ങളാണ് അമ്മയുടെ വായിന്ന് വരുന്നത്. അങ്ങനെ വരണ വാക്കുകളുണ്ടെങ്കിൽ അവളുടെ അകത്ത് അത്രമാത്രം തീക്ഷ്ണത ഉണ്ടാവണം. അല്ലാത്തൊരാൾക്ക് അത് പറയാൻ സാധിക്കില്ല. എന്നാലും പൊതുവായിട്ട് നമുക്ക് ഒരു ധർമ്മപത്നി, വളരെ ശാന്തപ്രകൃതി, ധർമ്മത്തിനെ അനുസരിക്കുന്നവൾ, ക്ഷമയുടെ മൂർത്തിമദ്ഭാവം, അങ്ങനെയൊക്കെയുള്ള അനവധി രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ദേവിയുടെ തീവ്രത, ദേവിയുടെ അകത്തിരിക്കുന്ന ശക്തി, അഥവാ ദേവി ശക്തിയെ ഉപാസിച്ചിരുന്നോ, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആർക്കാ ശക്തി തെളിയുക? ശക്തി ഉപാസിക്കുന്ന ആൾക്കേ ശക്തി തെളിയുള്ളൂ. സീത എന്നത് ഒരു വ്യക്തിയായിട്ട് കണ്ടാൽ നമ്മൾ ഓരോരുത്തരിലും ഒരു സാധകൻ ഏത് ദേവതയാണോ പൂജിക്കുന്നത്, ആരാധിക്കുന്ന ആ ദേവതയായിരിക്കും ആ സാധകൻ. ആ ദേവതയാണ് അതിൽ ഉണർന്നിരിക്കുക. അത് ഇപ്പോൾ സീതയുടെ ഉപാസനാമൂർത്തി ആരായിരുന്നിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു സൂചനയുണ്ട്. വാൽമീകി രാമായണത്തിൽ തന്നെ സീത ഗംഗാനദി കടക്കുമ്പോൾ ഗുഹൻ്റെ കൂടെ തോണിയിലുള്ള യാത്രയിൽ ശ്രീരാമൻ കടത്തിൽ അതിലിരിക്കുകയാണ്, തോണിയിലിരിക്കുകയാണ്. അമ്മ പ്രാർത്ഥിക്കുക ഗംഗയോട്, അമ്മേ ഈ തോണിയിലിരിക്കണത് എൻ്റെ ജീവനാണ്, ഒരാപത്തും കൂടാണ്ട് ഞങ്ങൾക്ക് ഈ വനവാസകാലം പൂർത്തിയാക്കിയിട്ട് അദ്ദേഹത്തിന് ഒരു പ്രശ്നവും കൂടാണ്ട് തിരിച്ചു വരാൻ സാധിച്ചാൽ ഞാൻ നിനക്ക് 1000 കുടം മദ്യവും എത്രയോ മാംസവും നേദിക്കാമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോഴത്തെ വെജിറ്റേറിയൻ ആചാര്യന്മാർ പറയും അതൊക്കെ പിൽക്കാലത്ത് എഴുതി ചേർത്താണ്. അതെങ്ങനെ അത് മാത്രം എഴുതി ചേർക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ല. അപ്പോൾ സീതയിലുള്ള കൗളം അല്ലെങ്കിൽ സീതയിലുള്ള ശക്തിയുടെ ഉപാസനയുടെ ലക്ഷണമാണ്, ഒരു സിമ്പിൾ ലക്ഷണമാണ്
ഗംഗയെ അവിടെ ശക്തിരൂപിണിയായിട്ടാണ് കാണുന്നത്. ഗംഗയ്ക്ക് മദ്യവും മാംസവും നേദിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. അത് കറക്റ്റ് കാണാം അപ്പുറത്ത്. അപ്പം ഗംഗയിലുള്ള കാളീഭാവം അല്ലെങ്കിൽ ആ ശക്തിഭാവത്തിനാണ് അത് നേദിക്കുന്നത്. ദേവിയുടെ ഓഫറിങ്ങാണ്. നമ്മൾ വഴിപാട് നേരില്ലേ, ഞാൻ പിന്നെ അവിടെ പോയിട്ട് വന്നാൽ തുലാഭാരം നടത്താം അല്ലെങ്കിൽ പായസം നേദിക്കാമെന്ന് പറയണ മാതിരി ദേവി 1000 കുടം മദ്യവും മാംസവുമാണ് പറയണത് ബലിമൃഗങ്ങളുടെ. അത് ഗംഗയ്ക്ക് കൊടുത്തോളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഗുഹൻ്റെ തോണിയിൽ ഗംഗാനദി കിടക്കണത്. അത് വാൽമീകി രാമായണത്തിൽ ഉള്ളതാണ്. യുദ്ധകാണ്ഡത്തിൽ വരുന്ന സമയത്ത് ഭഗവാൻ ഹനുമാൻ സ്വാമി അമ്മയുടെ അടുത്ത് വരും. അമ്മേ വരൂ, എൻ്റെ തോളത്ത് കയറൂ, ഞാനിപ്പം തന്നെ അമ്മയെ കടൽ കടത്താം, എനിക്കിപ്പോൾ ഈ ഒരു സെക്കൻഡ് മതി അമ്മ ഇവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോകാൻ എന്ന് പറയണ സമയത്ത് അരുത് എന്ന് പറയണ സമയത്ത് അമ്മ പറയുന്നുണ്ട്, ഞാൻ ഒരു ധർമ്മപത്നിയാണ്, എൻ്റെ ഭർത്താവ് വന്ന് ജയിച്ച് രാവണനെ ജയിച്ച് എന്നെ കൊണ്ടുപോകണം, അപ്പോഴാണ് എനിക്ക് മാനം ഉണ്ടാവുള്ളൂ എന്ന് പറയണതിൻ്റെ ഒപ്പം ഒരു വരി വരും, ഞാൻ വിചാരിച്ചാൽ വേണമെങ്കിൽ എനിക്ക് ലങ്കയെ എന്നോ കത്തിക്കാമായിരുന്നു, അതിനെ ചാരമാക്കാമായിരുന്നു. അങ്ങനെ പറയാൻ സീതയ്ക്ക് സാധിക്കണമെങ്കിൽ അവൾ കാളി ആയിരിക്കണം. കാളി അല്ലാത്ത ഒരാൾക്ക് ഒന്നിനെയും ഭസ്മാക്കാനുള്ള കഴിവില്ല. ഒരു സാധാരണ പെണ്ണ്, ഭർത്താവ് മാത്രം ലോകം എന്ന് പറഞ്ഞിരുന്നൊരു പെണ്ണ്, ഒരു പഞ്ചപാപം, ഭർത്താവ് മറ്റ് വേശ്യാസ്ത്രീകളുടെ അടുത്ത് പോകുന്നത് പോലും അറിഞ്ഞിട്ടും കരഞ്ഞും പിഴിഞ്ഞും മിണ്ടാണ്ടിരുന്നൊരു സാധു, സകലതും കച്ചവടത്തിൽ മുടിച്ചു കളഞ്ഞു ആ വേശ്യാസ്ത്രീക്ക് വേണ്ടിയിട്ട്, എന്നിട്ടും അവശേഷിച്ച ഏക കാൽച്ചലമ്പെടുത്ത് വിൽക്കാൻ കൊടുത്തവൾ. ആ ഭർത്താവ് ദാരുണമായി ചതിക്കപ്പെട്ടു കൊന്നു കളയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ നിന്ന് എവിടുന്നാണ് കാളി വന്നത്? കണ്ണകിയുടെ കഥയെ ഞാൻ പറഞ്ഞു. എവിടുന്നാണ് കാളി വന്ന്? കാളി വരും, കാളി വന്നേ പറ്റൂ. ഏതൊരു ഭാവത്തിലാണ് ദ്രൗപദി ദുശാസനൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്? ഈ ദുശാസനാകണേ ആ കഥകളി പദത്തിൽ ചോരൻ തന്നോട് മാറുപിളർന്നിഹ ചോര കുടിക്കുക മാരുതി ശൂരൻ എന്നാണ് ശപഥം. വൈസ്കരമോസം എഴുതിയതാ ദുര്യോധനോധം കഥകളി ആട്ടക്കഥയിൽ. ചോരൻ തന്നുടെ മാറു പിളർന്നിഹ ചോര കുടിക്കുക മാരുതി ശൂരൻ എന്ന് പറഞ്ഞാൽ ശപിക്കുന്നത്. രക്തം പാനം ചെയ്യട്ടെ എൻ്റെ ഭർത്താവ്, ആ രക്തം കൊണ്ട് എൻ്റെ മുടി തടവി അത് കെട്ടട്ടെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവൾ കാളിയായിരിക്കണം. കാളിക്ക് അത് പറയാൻ പറ്റുള്ളൂ. ജീവരക്തം തൊട്ടുള്ള പ്രതികാരം പറയണമെങ്കിൽ അത് കാളിയായിരിക്കും, കാളിക്കല്ലാതെ പറ്റില്ല. അപ്പോൾ എവിടെയൊക്കെ സംഹാരഭാവം വരുന്നുണ്ടോ അവിടെയൊക്കെ അമ്മ സ്ഫുരിക്കുന്നുണ്ട്, അമ്മ തെളിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ സീത പറയുക, സീതയുടെ ഭാവം മാറുന്നത് കണ്ടിട്ട് ഹനുമാൻ സ്വാമി എന്നെ അല്പം ഒന്ന് ഭയന്ന് പോയി എന്നാണ് പറയണത്. ഞാൻ വിചാരിച്ചാൽ എനിക്ക് ലങ്കയെ കത്തിക്കാൻ പറ്റും, എനിക്ക് ചെയ്യാറിയാനിട്ടല്ല, പക്ഷേ രാമൻ വന്ന് എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ രാവണൻ വരുന്നു, അഴകിയ രാവണൻ വരുന്നുണ്ട്, എത്രയോ ഭാഗങ്ങൾ അഴകിയ രാവണൻ വരുന്നുണ്ട്, പല വിധത്തിലുള്ള വേഷം കെട്ടി വരുന്നു, പ്രലോഭിപ്പിക്കുന്നു. ചിലപ്പോൾ നിന്നെ കൊന്നുകളയും, നിന്നെ രാക്ഷസികൾക്ക് തിന്നാനിട്ട് കൊടുക്കും, നിന്നെ പട്ടിണിക്കിടും, രാമൻ മായാവിദ്യകൾ കാണിച്ചു കൊടുക്കും, രാമനെ പിടിച്ചുകൊണ്ട് വന്ന് കഴുത്ത് വട്ടണമാതിരി കാണിച്ചു കൊടുക്കും. ഈ വിധത്തിലൊക്കെ മെൻ്റൽ ടോർച്ചർ ചെയ്യുക. ഇന്നിപ്പോൾ നമ്മൾ വലിയ വലിയ രാജ്യങ്ങളിലെ തടവറകളിൽ, ഗോണ്ടനാമോ പോലുള്ള തടവറകളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ആ തടവിൽ കിടക്കുന്നവനെ മാനസികമായിട്ട് തകർക്കാനുള്ള അനവധി വിദ്യകൾ ചെയ്യണത് കാണാം. ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കും, അതല്ലെങ്കിൽ എന്താ പറയുക, മനസ്സ് തകർക്കാനുള്ള വിദ്യകൾ ചെയ്യും, പലതും ചെയ്യും. ഇതൊക്കെ തന്നെ അമ്മ കടന്നുപോയത്. ഇതൊക്കെ ചെയ്തപ്പോഴും സ്ഥാണുവായിട്ടുള്ള ശിവനെപ്പോലെ ഉറച്ചു നിൽക്കുകയാണ് സീത. സ്ഥാണു എന്ന് പറഞ്ഞാൽ ഇളകാത്തവൻ എന്നർത്ഥം. ആ സീത ഉറച്ചു നിൽക്കുക. എങ്ങനെയാണ് സീതയ്ക്ക് ഇത്രയും വിഷയങ്ങളെ മറികടക്കാൻ സാധിക്കുന്നത്? ഈ അശോകവനികയിൽ ഇങ്ങനെ തപസ്സിരുന്നു, ഈ വാളെടുത്തും അലറിയിട്ടും ദംഷ്ട്ര കാണിച്ചിട്ടും മാത്രമല്ല ആ ശക്തിയുടെ യഥാർത്ഥ ശക്തി സഹനത്തിലാണ്. യഥാർത്ഥ ശക്തി സഹനത്തിലാണ്. ആ സഹനത്തിനെ പ്രത്യക്ഷമായിട്ട് കാണിച്ചു കൊടുക്കുക ചെയ്തത് സീതാദേവി. ദേവിയുടെ അനവധി എന്താ പറയുക ശ്ലോകങ്ങൾ തന്നെയുണ്ട്. ഇപ്പോൾ രാമചരിതമാനസമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെ വ്യാഖ്യാനിച്ചിട്ടൊക്കെ എഴുതിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്തുതി ഉണ്ട്. ഉദ്ഭവസ്ഥിതി സംഹാരകാരിണീം ക്ലേശഹാരിണീം
സർവശ്രേയസ്കരീം സീതാം നദോഹം രാമവല്ലഭാം. അതിൽ ഉദ്ഭവസ്ഥിതി സംഹാരകാരിണിയും എന്ന് പറഞ്ഞിട്ട് തന്നെ തുടങ്ങണത്. കാരണം ഈ രാമചരിതമാനസത്തിന് എഴുതപ്പെട്ടിട്ടുള്ള ഒരു കമൻട്രിയാണത്. ആ കമൻട്രിയുടെ തുടക്കത്തിലാണ് ഈ വിധത്തിൽ ആ ദേവിയെ വർണ്ണിച്ചു കൊടുത്തിട്ടുള്ളത്. വാൽമീകിയുടെ രാമായണത്തിലും അതേപോലെ തന്നെ ഭവഭൂതിയുടെ ഉത്തരരാമചരിതത്തിലൊക്കെ ഈ കാളിയുടെ നിഴലായിട്ടേ കാണാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഡെവലപ്പായിട്ട് കാണാൻ പറ്റില്ല. ഇത് ഈ അത്ഭുത രാമായണവും കൃത്തിവാസ രാമായണത്തിലൊക്കെ ചെല്ലുമ്പോഴാണ് അത് അങ്ങോട്ട് വിടർന്നു വരിക. നമുക്ക് അതിലേക്ക് പോവാം, മെല്ലെ 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 നമുക്ക് ചെല്ലാം. ഈ പ്രത്യേകിച്ച് ഈ വാൽമീകി രാമായണത്തിൽ ഛായാസീത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. പഴയ കാലത്ത് ഒരു മഹർഷിയുടെ പുത്രിയായിട്ട് വേദവതി എന്നുള്ള ഒരു ദേവി ജനിച്ചു എന്നും അവൾ ഭഗവാനെ നാരായണനെ ഭർത്താവായി കിട്ടാൻ തപസ് ചെയ്തതും ആ തപസ് രാവണൻ മുടക്കിയതും അവളെ സ്പർശിച്ച് അശുദ്ധാക്കിയതും അവൾ അഗ്നിയിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ നിൻ്റെ അന്തകയാവും എന്ന് പറഞ്ഞ് ശരീരം വെടിഞ്ഞു അവൾ തന്നെയാണ് സീതയായിട്ട് ജനിച്ചതെന്നും ഒക്കെ പുരാണപ്രസിദ്ധമായിട്ടുള്ള കഥയുണ്ട്. അത് കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോൾ എങ്ങനെയായി എന്ന് വെച്ചാൽ രാമൻ വിവാഹം ചെയ്ത സീത യാതൊരുവിധ ക്ലേശങ്ങളുമില്ലാതെ ഭൂമിദേവി കൊണ്ടുപോയി താമസിപ്പിച്ചു. രാവണൻ തട്ടിക്കൊണ്ടുപോയത് അവളെയല്ല, തട്ടിക്കൊണ്ടുപോയത് ഈ ഛായാസീതയാണെന്ന് പറഞ്ഞിട്ട് ഛായാസീതയെ വേറൊരു ഐഡൻറ്റിറ്റിയിൽ കൊണ്ടുവന്നു. ആ സീതയും ഇതും ഒന്നാണെങ്കിലും ഇനി ഛായാസീത എന്ന് വേറൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിലും ഈ ഛായാസീതയുടെ വരവോട് കൂടിയിട്ട്, അതായത് രാവണൻ തട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങുന്നതിൻ്റെ ആ തൊട്ട് മുമ്പുള്ള പോർഷൻ തൊട്ടാണ് ദേവിയിൽ ഈ രൗദ്രത എന്ന് പറയുന്ന സംഭവം നമ്മൾ കാണാൻ തുടങ്ങുന്നത്. അപ്പോൾ ദേവിയുടെ വരവ് അവിടെ എവിടെയോ. ഈ വേദവതിയായിട്ട് ദ്രൗപദിക്കും ബന്ധമുണ്ട്. ദ്രൗപദിയും ഈ വേദവതിയുടെ പൂർവ്വമാണ്, വേദവതിയാണ് പൂർവ്വത്തിൽ എന്ന് പറയാറുണ്ട്. എപ്പോഴും ദ്രൗപദിയായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടേ നമുക്ക് ഇവരെയൊക്കെ കാണാൻ പറ്റുള്ളൂ. ദ്രൗപദി അങ്ങനത്തെ ഒരു പിവോട്ടൽ കഥാപാത്രമാണ്. ദ്രൗപദി കാളിയാണ്. ആ പേര് തന്നെ ഉണ്ടല്ലോ, കൃഷ്ണ എന്നാ പേര്. ദ്രൗപദിയുടെ ശരിക്കുള്ള പേരെന്താ? കൃഷ്ണ എന്നാ. അഗ്നി എന്നുണ്ടായത്. അഗ്നി നിന്ന് ആരാ ഉണ്ടാവുക? അഗ്നി ആരാ? ശിവൻ. ശിവനിൽ നിന്ന് ആരാ ഉണ്ടാവുക? അമ്മ. അഗ്നിയുടെ 7 നാക്കുകളിൽ ഒന്നിൻ്റെ പേര് തന്നെ കാളി എന്നാണ്. കാളി, കരാളി അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ 7 നാളങ്ങൾ, 7 തരം നാക്കുകൾ ഒന്നിൻ്റെ പേരേ കാളി എന്നാണ്. അപ്പം ഈ ഛായാസീത തന്നെയാണ് മഹാകാളി എന്ന് ഒരു സങ്കല്പമുണ്ട്. ആ ഛായാസീത വേറൊരാളാവാം, അല്ലെങ്കിൽ ആ സീത തന്നെയാവാം. എങ്ങനെയാണെങ്കിലും പിൽക്കാലത്ത് അനവധി പദ്ധതികളിൽ സീതയെ കാളിയായിട്ട് ഉപാസിക്കാൻ ഇടയാക്കിയിട്ടുള്ള പദ്ധതികളിലൊക്കെ തന്നെ ഈ ഛായാസീതയ്ക്കൊരു വലിയ പ്രാധാന്യം നമ്മൾ കാണുന്നുണ്ട്. ഈ ഛായാസീത എന്ന് പറയുമ്പോൾ തന്നെ ഛായ എന്ന് പറഞ്ഞാൽ നിഴലാണ്. നിഴലിൻ്റെ നിറം കറുപ്പാണ്. ഛായ എന്ന് പറഞ്ഞാൽ നിഴലാണ്, നിഴലിൻ്റെ നിറം കറുപ്പാണ്. ഭവഭൂതിയുടെ ഉത്തരരാമചരിതത്തിൽ അത് അധിക കാലമൊന്നും ആയിട്ടില്ല. നമ്മുടെ മോഡേൺ ഇറയിൽ 8-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഉത്തരരാമചരിതം എഴുതപ്പെടുന്നത്. അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പൊന്നും ഉണ്ടായതൊന്നുമല്ല ഉത്തരരാമചരിതം. ഈ ലവകുശന്മാരുടെ കഥ ശരിക്ക് ഭാരതത്തിൽ പ്രചാരത്തിൽ വന്നിട്ട് സീത ഇങ്ങനെ കാട്ടിപ്പോയി പ്രസവിച്ച കഥയൊക്കെ പ്രചാരത്തിൽ വന്നിട്ട് രേഖകൾ നോക്കിക്കഴിഞ്ഞാൽ അധികം കാലമൊന്നും ആയിട്ടില്ല. രാമായണത്തിനോളം പഴക്കമില്ല ഉത്തരരാമചരിതത്തിന്. ഭവഭൂതി ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു. കാളിദാസൻ്റെ സമകാലികൻ, പരരുചിയുടെയൊക്കെ സമകാലികനായിട്ട് ജീവിച്ചിരുന്നൊരു മഹാത്മാവായിരുന്നു അദ്ദേഹം. വളരെ സ്പഷ്ടമായിട്ട് ലക്ഷ്മണൻ കാട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മയെ വിട്ട് കഴിയുമ്പോൾ ആ തന്നിൽ ഉണ്ടായിട്ടുള്ള അനീതിയുടെ ആ വേദനയെന്ന് ഒരു രോഷം വരുമ്പോൾ ആ ദേവിയെ ഭദ്രകാളി എന്ന് തന്നെ പറയുന്നുണ്ട്. ഭവഭൂതി ഭദ്രകാളി എന്നാണ് പറയണത്, കാളി എന്ന് പോലുമല്ല, ഭദ്രകാളി എന്ന് ആ സംസ്കൃത നാടകമാണ് ശരിക്കും ഉത്തരരാമചരിതം. അതിൽ സീതയെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇനി ശാക്ത പദ്ധതികളിൽ പ്രത്യേകിച്ച് ഒറീസ, ബംഗാൾ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ കാമാഖ്യ പോലുള്ള ആസാമിൻ്റെയൊക്കെ ഭാഗങ്ങളിൽ ഉള്ള പദ്ധതികളിൽ സീതയെ കാളിയായിട്ട് അല്ലെങ്കിൽ
നിയന്ത്രിക്കപ്പെട്ട കാളിയായിട്ട് സീതയെ, നിയന്ത്രിക്കപ്പെട്ട കാളിയായിട്ട് സീതയെ ആരാധിക്കുന്നൊരു രീതി, അതല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടാത്ത മെരുക്കപ്പെടാത്ത സീതയാണ് കാളിയെന്ന്. ഇങ്ങനെ രണ്ട് സങ്കല്പത്തിൽ അതിൻ്റെ മന്ത്രങ്ങൾ, അതിൻ്റെ ഉപാസനാക്രമങ്ങൾ, അതിൽ എല്ലാ രൗദ്രമായിട്ട് ചെയ്യുന്ന ഉപാസനാക്രമങ്ങൾക്ക് വേണ്ട സകല പദ്ധതികളും അതിൻ്റെ ഭാഗങ്ങളായിട്ടുണ്ട്. പാരമ്പര്യ നാടോടി കഥകൾ, പാട്ടുകൾ ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫോക്ക് ട്രഡീഷൻസിലാണ് നമ്മൾ ഇന്നിപ്പോൾ രാധയുടെ പ്രമാണങ്ങൾ പോലും ഫോക്ക് ട്രഡീഷൻസിലാണ് വരണത്. ശരിക്കും ഫോക്ക് എന്നാണ് ജയദേവൻ അതെടുത്തത്. ജയദേവന് ശേഷമാണ് രാധ ഇത്ര പ്രസിദ്ധയത്. രാധ വാസ്തവത്തിൽ അന്തർലീനമായിട്ടുള്ളൊരു ശക്തിയാണ് കൃഷ്ണനിൽ. ആ രാധ കാളിയാണ്. അത് മറ്റൊരവസരത്തിൽ ഭഗവാനും അമ്മയും അനുഗ്രഹിക്കുകയാണെങ്കിൽ അന്ന് എപ്പോഴെങ്കിലും പറയാം. ഞാനിപ്പോഴും തൊടാതെ വെച്ചിട്ടുള്ള ഒരു ഏരിയയാണിത്. കാരണം ഭയങ്കര കോൺട്രവേഴ്ഷ്യലായിട്ടൊരു സാധനം. രാധ എന്ന് പറഞ്ഞാൽ ഈ ബർസാനയിൽ പാല് വിറ്റ് കിടന്നൊരു സ്ത്രീയൊന്നുമല്ല. അപ്പം താന്ത്രിക ഗ്രന്ഥങ്ങളിൽ വളരെ ഗുപ്ത സ്വഭാവമുള്ള, രഹസ്യ സ്വഭാവമുള്ള, ആയുധധാരിയായിട്ടുള്ള ഒരു ദേവിയായിട്ട് തന്നെയാണ് സീതയെ ആരാധിച്ചിട്ടുള്ളത്. എന്നാൽ അവൾ സ്വമേധയാ അഹിംസ പാലിച്ച്, സഹനത്തെ സ്വീകരിച്ച്, ഈ എന്താ പറയുക, ധർമ്മത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കണു. അവളെക്കൊണ്ട് വേണമെങ്കിൽ സർവനാശം വരുത്താൻ സാധിക്കുമെങ്കിലും തൻ്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് നല്ല ബോധ്യമുള്ളവൾ, തനിക്ക് സകലതും നശിപ്പിക്കാൻ സാധിക്കും എന്ന് നല്ല പരിപൂർണ ബോധ്യമുള്ള ഒരാൾ ഞാൻ അടങ്ങി ഒതുങ്ങി ഒരു വധുവായി ഭർത്താവിൻ്റെ നിഴലിൽ മിണ്ടാതെ ഇരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ. അവൾ പക്ഷെ ഭർത്താവിന് പോലും ഞെട്ടിപ്പോകുന്ന വിധത്തിൽ തൻ്റെ തനിസ്വഭാവം എടുക്കേണ്ട ഘട്ടങ്ങൾ വരുമ്പോൾ അവൾ എടുക്കും. കുടുംബം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ പോകുമ്പോൾ ഭർത്താവ് നിസ്സഹായനായിട്ട് മക്കളെ രക്ഷിക്കാൻ പറ്റുള്ള ഭാര്യയാണ്, അമ്മയാണ് ഇവരെ എല്ലാവരും രക്ഷിക്കുന്നത് വെള്ളപ്പൊക്കത്തുനിന്ന്. അതെവിടുന്നാ വരണത്? അവളുടെ കാളി ഉണരുമ്പോഴാണ്. അത് നമ്മൾ നിത്യജീവിതത്തിലെ കാണുന്നതാണ്. നിത്യജീവിതത്തിലെ കാണുന്നതാണ്. ഈ കാളി എവിടെ? ആ കാളി എല്ലാവരുടെ അകത്ത് ഈ കാളി ഇരിപ്പുണ്ട്. അപ്പോൾ ഈ കാളിയെ കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക കുടുംബങ്ങൾ നടക്കുന്നത്. അപ്പോൾ സീത അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. രാമൻ ബോധം കെട്ട് വീഴും. അത് അത്ഭുത രാമായണത്തിൽ വരും. അപ്പോൾ സീതയും കാളിയും ഒന്ന് താരതമ്യം ചെയ്യണം. ഈ പറഞ്ഞ പാരമ്പര്യ പദ്ധതികളും പുരാണമോ ഇതിഹാസമോ എന്തോ ആയിക്കോട്ടെ, ശാക്ത ട്രഡീഷൻസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ അതൊക്കെ വെച്ചിട്ട് ഒന്ന് താരതമ്യം ചെയ്യുക. ധർമ്മത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, ശക്തിയുടെ കാഴ്ചപ്പാടിൽ, കാഴ്ചയുടെ രൂപത്തിൻ്റെ കാഴ്ചപ്പാടിൽ, എടുക്കുന്ന ഭാവത്തിൻ്റെ അഥവാ റോൾ അതിൻ്റെ കാഴ്ചപ്പാടിൽ, എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള കാഴ്ചപ്പാടിൽ, ഇങ്ങനൊരു 5 തരത്തിൽ ഇവരെ രണ്ടുപേരും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ധർമ്മത്തിൻ്റെ കാഴ്ചപ്പാടിൽ സീത എന്ന് പറഞ്ഞാൽ ആരുടെ ഭാര്യ? രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് അല്ലേ? രാമോ വിഗ്രഹവാൻ ധർമ്മ. വിഗ്രഹമായി ശരീരം വിശേഷേണ ഗ്രഹിക്കേണ്ടതാണ് വിഗ്രഹം. അത് പ്രതിമയോ ബൊമ്മയല്ല. ആ വസ്തുവിനെ വിശേഷേണ ഗ്രഹിക്കേണ്ടതുള്ളതുകൊണ്ടാണ് അതിനെ വിഗ്രഹം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ കണ്ണടച്ച് പോകണം. അത് വിശേഷേണ ഗ്രഹിക്കണം. രാമൻ ധർമ്മം വിഗ്രഹരൂപം എടുത്താണെന്നാണ്. അദ്ദേഹത്തിൻ്റെ പാതിയാണ്, അദ്ദേഹം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ സ്ത്രീശക്തിയാണ്. അപ്പോൾ സീതയും വിഗ്രഹരൂപിണിയായിട്ടുള്ള ധർമ്മമാണ്. ധർമ്മം തന്നെയാണ് സീത. ഈ സീതയാകണ ധർമ്മത്തിനെ ഒരധർമ്മം തട്ടിക്കൊണ്ടുപോയപ്പോൾ രക്ഷിച്ചാണ് ഭഗവാൻ. അപ്പോൾ ധർമ്മം ആരാ? സീതയാണ്. സീത വേൾഡ് ഓർഡറാണ്, പ്രപഞ്ചത്തിൻ്റെ താളം. അത് സീതയാണ്. വേദത്തിൽ സീത എന്നുള്ള വാക്ക് കൃഷിയുടെ ദേവതയായിട്ടാണ് പറഞ്ഞത്. കൃഷിയുടെ ദേവതയാണ് സീത. കലപ്പ എന്നുള്ളതെന്നാണല്ലോ അർത്ഥം വരണം. സീത, രാമൻ എന്നുള്ള വാക്കുകളൊക്കെ കൃഷ്ണൻ, രാധ, ഇതൊന്നും നമ്മളിന്ന് അറിയണ അർത്ഥത്തിലല്ല വേദത്തിൽ കാണും. അത് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലാണ്. രാമൻ ബ്രഹ്മാണ്. അത് ദശരഥൻ്റെ മകനല്ല. ദശരഥൻ തൻ്റെ മകനാ പേരിട്ടു എന്ന് മാത്രം.
ബ്രഹ്മത്തിൻ്റെ പേര്. ആ ബ്രഹ്മനാമമാണ് മഹാദേവൻ ജപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയും ഈ ശ്രീരാമനാണ്, രാമഭക്തനാണ് ശിവൻ, അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുക നമ്മളെ. നമ്മൾ മനസ്സിലാക്കേണ്ട തലങ്ങളുണ്ട്. കൃഷ്ണൻ ചാൽ ബ്രഹ്മാനന്ദം, ബ്രഹ്മം രാമൻ, അതിൽ നിന്ന് ഉളവാകുന്ന ആനന്ദം കൃഷ്ണൻ. അതുകൊണ്ടാണ് ബലരാമന് രാമനും കൃഷ്ണനും പേര്. സാഖ്യവും യോഗവും, തിയറിയും പ്രാക്ടിക്കലുമാണ്. രാധ എന്ന് പറഞ്ഞാൽ സാധകൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആഹ്ലാദം, ബ്രഹ്മാനന്ദം. കൃഷ്ണനും രാധയും ഒന്നാണെന്ന് പറയാൻ കാരണമാണ്, കാരണം രണ്ടും അർത്ഥം ബ്രഹ്മാനന്ദം എന്നാണ്. അവർ തമ്മിൽ വ്യത്യാസമില്ല. ഈ ബ്രഹ്മാനന്ദം സകലതിനെ ആകർഷിക്കും, ആകർഷയതി. അതുകൊണ്ട് കൃഷ്ണ എന്തിനേയും വലിച്ചെടുക്കും. എന്തിനേയും വലിച്ചെടുക്കണം എന്താ? കാലം, സമയം സകലത്തെയും വലിച്ചെടുക്കും. അതുകൊണ്ട് കൃഷ്ണൻ കാളിയാണ്. കാളിച്ചാൽ സമയരൂപം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതിങ്ങനെ ഇഴചേർന്ന് കിടക്കുന്നത് വേദത്തിൻ്റെ അകത്ത് പോയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ സീത ധർമ്മമാണ്. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ധർമ്മം നിലനിർത്തപ്പെടുക? ക്ഷമ കൊണ്ടും സഹനം കൊണ്ടേ ധർമ്മം നിലനിർത്തപ്പെടുള്ളൂ. അല്ലാണ്ട് ധർമ്മവും നിലനിർത്തപ്പെടില്ല. എല്ലാറ്റിനും കയറിയിട്ട് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ധർമ്മം നിൽക്കുക? നശിച്ചു പോവുള്ളൂ. അപ്പോൾ സഹനം കൊണ്ടും ക്ഷമ കൊണ്ടുമാണ്. എന്നാൽ ഇത് നിലനിർത്തുന്ന സമയത്ത് ന്യായാന്യായങ്ങളുടെ വിഷയങ്ങൾ വരും. ആ ന്യായാന്യായങ്ങൾ നിശ്ചയിക്കാനും അന്യായത്തിനെ ഉന്മൂലനം ചെയ്യണമെങ്കിലും വേറൊരു ഭാവം വേണം. അവിടെ സഹനം പറ്റില്ല, അത് വെട്ടണം. അപ്പോൾ അവൾ കാളിയോ. അപ്പോൾ ധർമ്മത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരാൾ സഹനവും ക്ഷമയുമായിട്ട് ധർമ്മത്തിനെ നിലനിർത്തുമ്പോൾ മറ്റേയാൾ അന്യായത്തിനെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ധർമ്മത്തെ നിലനിർത്തുന്നു. ഒരേയാളുടെ മറുഭാവം. ഇനി ശക്തിയുടെ കാഴ്ചപ്പാട് കണ്ടു കഴിഞ്ഞാൽ നിയന്ത്രിക്കപ്പെട്ട ശക്തിയാണ് സീത. ആ ശക്തി എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത്? ധർമ്മബോധം കൊണ്ടാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ഞാൻ അങ്ങനെ പൊട്ടിത്തെറിക്കരുത്, ഞാൻ അങ്ങനെ പൊട്ടിത്തെറിച്ചാൽ ഈ കാണായതിൻ്റെ മുഴുവൻ ഓർഡർ നശിച്ചു. കാളി അങ്ങോട്ട് ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ? ആ നഗരം ചാമ്പലായി പോവും. മനുഷ്യജീവിതം, സംസ്കാരങ്ങളൊക്കെ ഇല്ലാണ്ടായി പോവും, അല്ലേ? അതുകൊണ്ട് ഞാൻ എൻ്റെ ശക്തിയെ അടക്കണം എന്നുള്ള ചിന്ത, ആ ശക്തിയുടെ നിയന്ത്രിതമായിട്ടുള്ള ഭാവം, അപ്പുറത്ത് ശക്തിയുടെ അനിയന്ത്രിതമായിട്ടുള്ള ഭാവം, രൂക്ഷമായിട്ടുള്ള ഭാവം, സ്വതന്ത്രമായിട്ടുള്ള ഭാവം, വസ്ത്രം പോലുമില്ല. അതുകൊണ്ടാണ് കാളിക്ക് നഗ്നത. അവളെ ഒരു ആവരണം, വസ്ത്രം വെച്ചാൽ ശരീരം മായ, മായയുടെ ആവരണമില്ല, മായ സ്പർശിക്കുന്നില്ല കാളിയെ. അതുകൊണ്ട് അവൾ നഗ്നയാണ് എന്ന് പറഞ്ഞു. ഇനി കാഴ്ച. അമ്മയ്ക്ക് എപ്പോഴും മഞ്ഞ സാരി, മഞ്ഞപ്പട്ട് അല്ലെങ്കിൽ ചുവന്ന പട്ട്. മഹാലക്ഷ്മിക്ക് പച്ചപ്പട്ട. എപ്പോഴും സീതയ്ക്ക് മഞ്ഞപ്പട്ട് അല്ലെങ്കിൽ ചുവന്ന പട്ട്. രാജ്ഞിയാണെങ്കിൽ ചുവന്ന ഭാവം, ചുവന്ന പട്ടിൻ്റെ ഭാവമാണ്, ചുവന്ന പട്ട് ധരിച്ചിട്ടുണ്ടാവും പട്ടമഹിഷിയായിട്ടിരിക്കുമ്പോൾ. അല്ലെങ്കിൽ താപസ വേഷമാണെങ്കിൽ മഞ്ഞ വസ്ത്രമായിരിക്കും, എപ്പോഴും അങ്ങനെയാണ്. ഒന്നുമില്ലെങ്കിൽ, അതായത് ഗ്രഹങ്ങൾ പറയുകയാണെങ്കിൽ ചൊവ്വയോ വ്യാഴോ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ സർവാഭരണഭൂഷിതയായിരിക്കും, സർവാഭരണഭൂഷിതയായിട്ടാണ്. അതായത് മഞ്ഞ വസ്ത്രം ധരിച്ചാലും സർവാഭരണഭൂഷിതയാണ്. താപസ വേഷമാണെങ്കിലും സർവാഭരണഭൂഷിതം. ഒരു ഫുൾ ജ്വല്ലറി ഉണ്ടായിരുന്നുകൊണ്ടാണ് പോണ വഴിക്കൊക്കെ ഓരോന്ന് എറിഞ്ഞിട്ടിട്ട് പോകാൻ പറ്റിയത്. ഫുൾ ജ്വല്ലറികൾ ഇട്ടിട്ടുണ്ടായിരുന്നുകൊണ്ട് ഈ അടയാളത്തിന് ഓരോ സ്ഥലത്ത് പുഷ്പകത്തുനിന്ന് വലിച്ചെറിയാൻ പറ്റി. ഇവിടെ സർവാഭരണഭൂഷിതയാണ്. എന്താ ആഭരണം? വെട്ടിയെടുത്ത കൈ, വെട്ടിയെടുത്ത തല, നാക്ക്, വിരൽ, ഇതൊക്കെയാണ് നമ്മുടെ ആഭരണങ്ങൾ. ഇവള് വെളുവെളുന്ന് സ്വർണം പോലെ ഇരിക്കും, അവിടെ കറുന്ന് കാർമേഘം പോലെ ഇരിക്കും. ഇവള് ശരീരം മുഴുവൻ ആഭരണം ചെയ്തിരിക്കുന്ന വസ്ത്രം കൊണ്ട് അവിടെ പൂർണ്ണ നഗ്നയാണ്. അപ്പോൾ കാഴ്ചയിൽ ഈ വിധത്തിൽ ഒരു മാറ്റം. ഇനി പർപ്പസ്. ദുരിതം എന്തു സംഭവിച്ചാലും അത് സഹിക്കുക, ലോകത്തിനെ ക്ഷമ പഠിപ്പിക്കുക. ഇതാണ് റോള്. ഇതിനാണ് ലക്ഷ്യം. അവതാര ലക്ഷ്യം എന്താ? സഹനത്തിൻ്റെ ശക്തി. സഹനത്തിൻ്റെ ശക്തി ദ്രൗപദി പോലും കാണില്ല, നമുക്ക് സീതയിലേ കാണുള്ളൂ. അതിലും സഹനശക്തിയുള്ള ഒരാൾ ഊർമിള എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്നാലും സീത അനുഭവിച്ച പോലെ ഒരു പബ്ലിക് ഹ്യൂമിലിയേഷൻ അനുഭവിക്കുന്നില്ല. ഇത് പബ്ലിക് ഹ്യൂമിലിയേഷനാണ് സംഭവിക്കുന്നത്.
അവിടെ അധർമ്മം വന്ന് അടിച്ചാലും തൻ്റെ ധർമ്മബോധം കൊണ്ട് തൻ്റെ രൗദ്രഭാവം വെളിപ്പെടുത്താതെ സഹിക്കുക. ഇതാണ് ചെയ്യുന്ന സീത. കാളി അങ്ങനെയല്ല. അധർമ്മത്തിൻ്റെ സ്ഫുരണം കണ്ട അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തു. ചോദ്യവും പറച്ചിലൊന്നുമില്ല. സർവനാശം വരുത്തുക എന്നുള്ളതാണ് അമ്മയുടെ രീതി. ഇനി പ്രവൃത്തി നോക്കിയാൽ സമൂഹം പറയുന്നതിനെ ശ്രദ്ധിക്കുക, സമൂഹം പറയുന്നതിന് ചെവി കൊടുക്കുക, സൊസൈറ്റിക്കനുസരിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ച് ആലോചിച്ച് വ്യാകുല. മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു വലിയ വിഷയം സീതയ്ക്കും ഉണ്ടായിരുന്നു. ശ്രീരാമനുള്ള പോലെ തന്നെ സീതയ്ക്കുമുണ്ട്. സൊസൈറ്റി എന്ത് വിചാരിക്കും, അത് ആ സൊസൈറ്റിയുടെ മുന്നിൽ നല്ലതാണ്, താൻ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ വ്യക്തിപരമായിട്ടുള്ള വിട്ടുവീഴ്ചകളും ബലികൾ പോലും ചെയ്യാൻ തയ്യാറാണ് സീത. ശ്രീരാമൻ അതാ ചെയ്തത്. സീത ഒരു പരിധി വരെ നമ്മൾ എന്തൊക്കെ സീതയെ ഒരു ഫെമിനിസ്റ്റ് ആംഗിളിൽ കണ്ടു കഴിഞ്ഞാലും സീത ഭർത്താവിൻ്റെ ആജ്ഞയെ ശിരസാവഹിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അവർക്ക് വേണമെങ്കിൽ പുറത്താക്കുന്ന ദിവസം തന്നെ അമ്മ എന്നെ കൊണ്ടൊക്കോന്ന് പറയായിരുന്നു, ചെയ്തില്ലല്ലോ, അങ്ങനെ ചെയ്യുന്നില്ല. വീണ്ടും ഒരവസരം വരുമ്പോഴാണ് ഭൂമിയിലേക്ക് അവനവനെ സമർപ്പിക്കുന്നത്. അത് സഹനത്തിൻ്റെ പരകോടി. നമുക്കൊക്കെ സീതയോളം ക്ഷമ നമുക്കൊന്നും സാധിക്കില്ല. ഇവിടെ ഇപ്പുറത്ത് എങ്ങനെയാണ്, ഈ അമ്മയ്ക്ക് സമൂഹം വിഷയമല്ല, കാളിക്ക് സമൂഹം എന്നുള്ളത് വിഷയമല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രകൃതിയിൽ ഡെമോക്രസി ഇല്ല, പ്രകൃതിയിൽ കൺസെൻസസ് ഇല്ല, സമവായമില്ല, ജനാധിപത്യമില്ല, ഈക്വാലിറ്റി ഇല്ല, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇല്ല, തുല്യ അവകാശം, തുല്യ അവസരം, ഇതൊന്നുമില്ല. അതിവിടെ രാഷ്ട്രീയം പറയാൻ കൊള്ളാം, പ്രകൃതിയിലില്ല, ചെയ്യൂല. രാജ്യങ്ങൾ ഭരണക്രമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ചാർട്ടറുകൾ ഉണ്ടാക്കി വയ്ക്കും. പക്ഷേ ഇതൊന്നും നമ്മുടെ കാടുകളിലോ ആഫ്രിക്കയിലെ കാടുകളിലോ ഒക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും കാണില്ല. പ്രകൃതിയിൽ പൊതുവായി നോക്കിയാൽ ഈ പറയുന്നതൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ സോഷ്യൽ നോംസ് ഇല്ല അമ്മയ്ക്ക്. ഡയറക്റ്റ് ആക്ഷനാണ്. സഹിക്കുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അവിടെ ഇല്ല. ഇങ്ങനെ ഈ ദ്വന്ദ്വങ്ങളാണ് എന്തിൻ്റെ, ദയയുടെ അപ്പുറത്ത് രൗദ്രതയുടെ. ദയയുടെയും രൗദ്രതയുടെയും ദ്വന്ദ്വമാണ് വാസ്തവത്തിൽ അമ്മയുടെ രണ്ട് മുഖങ്ങൾ. നമ്മൾ ആദിപരാശക്തി എന്ന് വിളിക്കുന്ന ആ ദേവതയുടെ, ആ പരമചൈതന്യത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് ദയയും രൗദ്രതയും. ഈ രൗദ്രത പോലും ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. രൗദ്രത പിച്ചി വേദനിപ്പിക്കുക, കുത്തി വേദനിപ്പിക്കുക, കൊന്നു വേദനിപ്പിക്കുകയല്ല, ആനന്ദം കൊണ്ട് കരയിപ്പിക്കലാണ് രോദതേ, കരയിപ്പിക്കലാണ് രൗദ്രം. ബ്രഹ്മാനന്ദം കൊണ്ട് കരയിപ്പിക്കുന്നത് ആരോ അവൻ രുദ്രൻ എന്നാണ്, അല്ലാണ്ട് വേദനിപ്പിച്ചിട്ടല്ല. അവനവൻ്റെ ആത്മസ്വരൂപം എന്താണെന്ന് പറഞ്ഞു തന്ന് അനുഭവപ്പെടുത്തി കഴിയുമ്പോൾ കണ്ണുന്ന അശ്രുക്കൾ ഒഴുകും ആനന്ദം കൊണ്ട്. അങ്ങനെ കരയിപ്പിക്കുന്നവൻ രുദ്രൻ, അങ്ങനെ കരയിപ്പിക്കുന്നവൾ രുദ്ര. അപ്പോൾ രൗദ്രതയും ദയും രണ്ട് ഭാവമാണ്. അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ, എനിക്ക് അമ്മയുടെ രൗദ്രഭാവം ഇഷ്ടമല്ല, എനിക്കിതേ പറ്റുള്ളൂ, അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് അമ്മ അതല്ലാതാവുന്നില്ല. എപ്പോഴും ഈശ്വരനെ സമീപിക്കുമ്പോൾ ഈശ്വരൻ സകലതുമാണ് എന്നുള്ള ബോധമെങ്കിലും വേണം. എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം. പക്ഷേ ഞാൻ ചൂസ് ചെയ്യുന്നത് മാത്രം ശരിയെന്നും ഞാൻ ചൂസ് ചെയ്യുന്നത് മാത്രമാണ് മറ്റുള്ളവരും ഫോളോ ചെയ്യേണ്ടതെന്നും പറയുന്നവിടെ ധർമ്മം തകരും. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ പല സമ്പ്രദായങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും വീഴ്ച വരുന്നത്. അപ്പോൾ ഒരേ ചൈതന്യത്തിൻ്റെ രണ്ട് ഭാവമാണ് ഈ സീതാകാളി, ദയാ രൗദ്രത. ഈ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന സ്ഥലങ്ങൾ രാമായണത്തിൽ പൊതുവായിട്ട്, രാമായണത്തിലെ എല്ലാ കഥകളിലും കോമണായി വരുന്ന, എത്ര രാമായണങ്ങളുടെ അതിലൊക്കെ കോമണായി വരുന്ന ഒരു എപ്പിസോഡാണ് അഗ്നിപരീക്ഷ, സീതയുടെ അഗ്നിപരീക്ഷ. ഈ അഗ്നിപരീക്ഷ സമയത്താണ് ശരിക്ക് സീതയുടെ കാളീഭാവം പുറത്തേക്ക് വരുന്നത്. ലോകത്തിൽ എന്തിനേയും അഗ്നി കത്തിച്ച് ചാമ്പലാക്കും. അഗ്നി ചാമ്പലാക്കാത്തൊരു വസ്തു പ്രപഞ്ചത്തിലില്ല. എന്തിനേയും ചാമ്പലാക്കും. പഞ്ചഭൂതങ്ങളിൽ ഞാൻ പല പ്രഭാഷണങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകാശത്തിന് മോശം വാക്ക്, ഒരു ദുഷിച്ച വാക്ക് പറഞ്ഞിട്ട് അശുദ്ധാക്കാം. ഒരു വൃത്തികെട്ട വാക്ക് പറഞ്ഞാൽ മതി, ആകാശ അശുദ്ധായി. നല്ല വാക്ക് മന്ത്രം പറഞ്ഞാൽ ആകാശം ശുദ്ധായി.
ദുർഗന്ധം കൊടുത്താൽ വായു അശുദ്ധായി, സുഗന്ധം കൊടുത്താൽ വായു ശുദ്ധായി. ജലത്തിൽ അല്ലെങ്കിൽ പൃഥ്വിയിൽ ഭൂമിയിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ നശിച്ചു. ചന്ദനം പോലുള്ള ശുദ്ധവസ്തുക്കൾ ഇട്ടാൽ ശുദ്ധായി. അഗ്നിയിൽ എന്തിട്ടാലും അതിന് അശുദ്ധി വരില്ല, അത് അതിനെ കാത്തിച്ച് കളയും. സകലതും നശിച്ചാലും അവശേഷിക്കണ ശിവനാകണ ചാരമാക്കി മാറ്റും. അതാണ് അഗ്നിശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ അഗ്നിയിൽ ഇരുന്നിട്ട് കത്താതെ ഒരാൾ പുറത്തു വരണമെങ്കിൽ ആ വസ്തു ഒന്ന് അഗ്നിക്ക് തുല്യം ശുദ്ധാവണം. അഗ്നിക്ക് തുല്യം ശുദ്ധം ഒന്നേ ഉള്ളൂ, അത് അഗ്നിയാണ്. അഗ്നിക്ക് തുല്യം ശുദ്ധം ഒരു വസ്തുവേ ഉള്ളൂ, അത് അഗ്നിയാണ്. അപ്പോൾ സീത എന്തായിരിക്കണം? സീത അഗ്നിയായിരിക്കണം. അഗ്നി ആവണമെങ്കിൽ അത് പരമാത്മസ്വരൂപമായിരിക്കണം. ഇവിടെ സ്ത്രീഭാവമായതുകൊണ്ട് അത് നിശ്ചയമായിട്ടും പരാശക്തിയാണ്. അല്ലാത്തൊന്നിന് അഗ്നിയിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഭൗതിക ദേഹത്തിൽ പോലും ഒരു പൊള്ളൽ സംഭവിക്കുന്നില്ല അമ്മയ്ക്ക്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നമ്മളെയൊക്കെ പോലെ തൊടാൻ പറ്റുന്ന മുറിച്ചാൽ മുറിയണ ശരീരമാണ് നമ്മുടെ. രക്തം വരും, അത് വേർക്കും, അതിന് വിശപ്പുണ്ട്, കാമുണ്ട്, വിസർജനമുണ്ട്, എല്ലാം ഉള്ളൊരു ശരീരം. ആ ശരീരം അഗ്നിസ്പർശം കൊണ്ട് കത്തുന്നില്ലെങ്കിൽ അവൾ ആരായിരിക്കും? അവൾ കാളിയായിരിക്കണം. അഗ്നി കാളിയാണ്. കാളി എന്നുള്ള പേര് തന്നെ അഗ്നിയുടെ നാക്കുകൾക്ക് ഒന്നിന് കൊടുത്തിരിക്കണം. അതുകൊണ്ടാണ് ഈ അഗ്നി സകല വസ്തുക്കളെയും ശുദ്ധീകരിക്കുന്നതും സകലതിൻ്റെയും സാക്ഷിയുമാണ്. ആ അഗ്നിയുടെ നമുക്ക് കാണാവുന്ന രൂപമാണ് സൂര്യൻ. ആ സൂര്യനെ നമ്മൾ സർവസാക്ഷി എന്നാണ് പറയുക. ഈ അഗ്നിയിലേക്ക് അമ്മ പ്രവേശിക്കുന്നത് തന്നെ ഒരു ഭയം കൊണ്ടോ എന്നെ എല്ലാവരും അംഗീകരിക്കണമെന്നോ ഞാൻ ശുദ്ധയാണെന്ന് ലോകം അറിയണമെന്നോ ഒന്നും പറഞ്ഞിട്ടല്ല. സത്യത്തിനെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതാ സത്യം? താൻ എന്തൊരു പരമാത്മ വസ്തുവാണോ അത് പ്രപഞ്ചത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ അഗ്നിമയമായിട്ടാണ് അവളെ കാണുന്നത്. വാസ്തവത്തിൽ ആദ്യത്തെ സീതയുടെ കാളീ ദർശനം അതാണ്. സീതയെ നമ്മൾ കാളിയായിട്ട്, അഗ്നിസ്വരൂപിണിയായിട്ട്, നമ്മൾ അങ്കാള പരമേശ്വരി എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ തമിഴ് സമ്പ്രദായത്തിലൊക്കെ എന്തി അങ്കാള പരമേശ്വരി, തീയുടെ രൂപത്തിലിരിക്കുന്ന ദേവി, അഗ്നിസ്വരൂപിണി, അഗ്നിദുർഗ. ജാതവേദസേ സുനവാമ സോമമരാദീയതോ നിദഹാദിവേദ സനിഹ പരിഷദതി ദുർഗാണി വിശ്വാനാവേവ സിന്ധും ദുരിതാത്യഗ്നി. ഒന്നാമത്തെ മന്ത്രമാണ് ദുർഗാസൂക്തത്തിൻ്റെ. ഇത് തന്നെയാണ് അഗ്നിദുർഗ. ഇതിൽ ചില അക്ഷരങ്ങൾ കൂടെ ചേർത്ത ആഗ്നേയാസ്ത്രമായി. ഇതിനെ തൃഷ്ടുപ്പ് എന്നും പറയും. അർച്ചന കണ്ടുണ്ടാവും നിങ്ങൾ അമ്പലങ്ങളിൽ, തൃഷ്ടുപ്പ് കൊണ്ട് അർച്ചന. അപ്പം ആ അഗ്നി സ്വഭാവമാണ് ദേവിക്ക്. മാത്രമല്ല ഈ ഘട്ടത്തിൽ തന്ത്രഗ്രന്ഥങ്ങൾ പറയണു, ആചാര്യന്മാർ പറയണു, സീത കത്തുകയായിരുന്നില്ല, അവൾ അഗ്നിയെ ഭക്ഷിക്കുകയായിരുന്നു. അവൾ തീ അവളെ ഭക്ഷിച്ചല്ല, അവൾ ആ തീക്കുണ്ടത്തിൽ ഇരുന്നിട്ട് അവൾ അഗ്നിയെ ഭക്ഷിക്കുക. അത് കാളിക്ക് മാത്രം സാധിക്കുന്നതാണ്. എടത്തരിത്തുകാവിൽ പോയി നോക്കൂ, അവൾക്ക് എന്താ നിവേദിക്കണ രാത്രി? അഴല എന്ന് പറഞ്ഞിട്ടൊരു വസ്തുണ്ട് അല്ലേ? ഇവിടെ പുതുക്കോട് അമ്പലത്തിലുണ്ട്, അഴലുണ്ട്. ദേവിക്ക് എന്തിനാ അഴൽ കൊടുക്കണേ? അഴൽച്ച നമ്മുടെ ദുഃഖം എന്നർത്ഥം. ആ ദുഃഖത്തിന് അഗ്നിഭാവം കൊടുത്തിരിക്കുകയാണ്. നമ്മളെ അമ്മയോട് പറയും, അമ്മയെ എന്നെ തീറ്റിക്കല്ലേ എന്ന്. എന്നിട്ട് നമ്മളെ അമ്മയെ തീറ്റിക്കും. ഇതല്ലേ നമ്മൾ ചെയ്യണത്. 30 ഉറുപ്പ്യ ചീട്ടാക്കിയിട്ട് അഴൽ ഗുരുവായൂർ നമ്മൾ കൊടുക്കണം. രാത്രി ശീവേലി കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ തൃപ്പൂർ കഴിഞ്ഞ് ഉറങ്ങാൻ പോയാലേ ചെയ്യുള്ളൂ. കാരണം അത് ഉഗ്രകർമ്മമാണ്. അതുകൊണ്ട് ഭഗവാൻ ഉറങ്ങിയതിന് ശേഷമേ അത് ചെയ്യുള്ളൂ. അഗ്നിയെ നേദിക്കുകയാണ്, തീയിനെ നേദ്യമായിട്ട് കൊടുക്കണം. ഇതേ പ്രവൃത്തിയാണ് സീത ചെയ്തത്. തീയിനെ ഭക്ഷിക്കാൻ ഒരാൾക്കേ സാധിക്കുള്ളൂ, അത് ബ്രഹ്മത്തിനെ സാധിക്കുള്ളൂ. ഈ കാളീഭാവത്തിലുള്ള ദേവിയുടെ അഗ്നി ഭക്ഷിക്കൽ തന്നെയാണ് കാട്ടുതീ ഭക്ഷിക്കുന്ന കൃഷ്ണനിൽ നമ്മൾ കാണുന്നത്. അഗ്നി ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ അഗ്നിക്ക് അഗ്നി ഭക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് സിമ്പിൾ പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ് നമുക്ക്. മാത്രമല്ല അഗ്നിയെ ഭക്ഷിക്കുന്നതിൻ്റെ ഒപ്പം പഞ്ചഭൂതങ്ങളെയും സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും ആ ചക്രത്തിൻ്റെ അവസാനത്തിൽ സംഹരിക്കുമ്പോൾ
ആരാണോ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്നത് ആ കാളിയുടെ സ്വഭാവമാണ്. ആ കാളി എന്താ ചെയ്യണത്? ആകാശത്തിനെ തന്നിലേക്ക് എടുക്കണു, വായുവിനെ തന്നിലേക്ക് എടുക്കണു, അഗ്നിയെ തന്നിലേക്ക് എടുക്കണു, ജലത്തെ തന്നിലേക്ക് എടുക്കണു, പൃഥ്വിയെ തന്നിലേക്ക് എടുക്കണു, താൻ മാത്രം അവശേഷിക്കുന്നു. ഇതാണല്ലോ സംഹാരത്തിൽ സംഭവിക്കുന്നത്. താനാക്കി മാറ്റുക എന്നുള്ളതാണ് സംഹാരം. മഹാദേവൻ തൃക്കണ്ണ് തുറന്ന് നോക്കുമ്പോൾ, ഞാൻ തമാശയായിട്ട് പല സ്ഥലത്തും പറഞ്ഞ മാതിരി, അത് വെൽഡിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ തീൻ്റെ ഒരു സാധനമല്ല. അത് മറ്റേ വെൽഡിങ് എന്ന് പറഞ്ഞ മാതിരിയാണ് സീരിയലിലൊക്കെ കാണിക്കും. ഇങ്ങനെ വെൽഡിങ് വെച്ചിട്ട് കാണിക്കുന്ന മാതിരി ഇങ്ങനെ കുറേ തീ വരും. അതൊന്നും അല്ല. അത് അറിവിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ആ വസ്തുവും താൻ തന്നെയെന്ന് ഭഗവാന് ബോധ്യപ്പെടുമ്പോൾ ആ വസ്തുവിൻ്റെ ശരീരം അവിടെ ഇല്ലാണ്ടാവും. അതും ബ്രഹ്മാവും ഇതും ബ്രഹ്മാവും. കാമദേവൻ നശിച്ചിട്ടില്ല, കാമദേവൻ ബ്രഹ്മായി. കുറച്ച് കാലത്തേക്കെങ്കിലും ആ ബ്രഹ്മത്തിൻ്റെ അവസ്ഥയിലെത്തി. അതാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പം ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന പരിപൂർണ പുരുഷസ്വഭാവമുള്ളൊരു ദേവതയാണ് കാളി. കാളിക്ക് 2 ഭാവമാണ്. ഒന്ന് ശിവപത്നി ഭാവം, ശിവപുത്രി ഭാവം. ശിവൻ്റെ പുത്രിയായ ഭദ്രയാവും, ശിവൻ്റെ പത്നിയായ മഹാകാളിയാവും. ഇപ്പോൾ എടത്തിരിയത്താവിലിരിക്കണത് ആരാ? മഹാകാളിയാണ്. ശിവപത്നിയാണ്, പുത്രിയല്ല. പുത്രി ആയിരുന്നെങ്കിൽ ഗുരുവായൂരപ്പൻ അമ്മാവനാ, ഇത് സഹോദരനാ, വ്യത്യാസമുണ്ട്. അപ്പം കാളി എങ്ങനെയാണോ സമസ്ത മൂലകങ്ങളെയും സകല സൃഷ്ടിയും തന്നിലേക്ക് ആവാഹിക്കുന്നത്, അതുപോലെ സീത ആ അഗ്നികുണ്ഡത്തിൽ ഇരുന്ന് സകല പഞ്ചഭൂതങ്ങളെയും തന്നിലേക്ക് ആവാഹിച്ചു എന്നാണ് ഇതിൻ്റെ താന്ത്രിക വ്യാഖ്യാനം എന്നാണ് പറയാറ്. ഞാൻ സാധാരണ പറയണേക്കാട്ടിലും കുറച്ചുകൂടെ മെല്ലെയാണ് ഈ പ്രഭാഷണം ഞാൻ പറയണം. അധികം സ്പീഡിലല്ല ഞാൻ പറയണം. കാരണം എന്താ വെച്ചാൽ ഇത് കൃത്യമായിട്ട് കിട്ടേണ്ടതുണ്ട്. നമുക്കിനി ഇതുപോലൊരു അവസരം പറയാൻ കിട്ടുമോ എന്ന് അറിയൂല. ഭഗവാൻ അനുഗ്രഹിച്ച് ഇപ്പോൾ കിട്ടി നമുക്ക്. എന്താണെങ്കിലും ആ ഭാവത്തിനെയാണ് അവളുടെ ശരീരം, മനുഷ്യ ശരീരം അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള ഭാവം വിട്ട് മഹാകാളി സ്വരൂപം എന്ന് പറയുന്ന ഭാവത്തെ വെളിവാക്കിയ സമയം ഈ അഗ്നിപരീക്ഷാ സമയമാണെന്ന്. അതുകൊണ്ടാണ് ശ്രീരാമനും ലക്ഷ്മണനും തൊഴുതു നിൽക്കുന്നതായിട്ടാണ് കാണുക. അഗ്നിപ്രവേശം ചെയ്ത സീതയെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നതല്ല കാണുക, ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുക. ശ്രീരാമൻ സീതയുടെ പരാശക്തി ഭാവത്തിനെ പ്രപഞ്ചത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ചെയ്ത ഒരു ലീലയായിട്ട് പറയാറുണ്ട് ഇതിന്. അവൾ എൻ്റെ ഭാര്യയായിട്ട് നടക്കണു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരു സാധാരണ സ്ത്രീയായിട്ട് കാണണ്ട. രാവണൻ്റെ സവിധത്തിൽ അവളെ തടവിലിട്ടു എന്നതുകൊണ്ട് അവൾ അബലയല്ല. ഞാൻ വന്ന് രക്ഷിച്ചത് കൊണ്ട് മാത്രം രക്ഷിക്കപ്പെടുള്ളൂ എന്നുള്ളൊരവസ്ഥയുള്ളവളല്ല. അവൾ കാളിയാണ്, അവൾ പരാശക്തിയാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രീരാമസ്വാമി ചെയ്തിട്ടുള്ളതാണെന്നാണ്. കാരണം ശ്രീരാമനിൽ തന്നെ ശ്രീഭാവം കൊണ്ടുള്ള ഉപാസനകളുണ്ട്. നാരായണനിൽ, പ്രത്യേകിച്ച് കൃഷ്ണനിൽ ത്രിപുരസുന്ദരി ഭാവം വന്നു കഴിഞ്ഞാൽ ഗോപാലസുന്ദരിയും, അതേപോലെ ശ്രീരാമസുന്ദരി എന്നൊരു ഭാവമുണ്ട്. അത് ബോധേന്ദ്ര സരസ്വതി സ്വാമികൾ ശ്രീരാമകർണാമൃതത്തിൻ്റെ അവസാനത്തെ ശ്ലോകങ്ങൾ മുഴുവൻ ഈ ശ്രീരാമസുന്ദരിയാണ്. അർദ്ധനാരീശ്വരം പോലെയാണ്. പകുതി രാമനും പകുതി സീതയും. ശക്തി കൂടും. പകുതി കൃഷ്ണനും പകുതി രാധയും, അല്ലെങ്കിൽ പകുതി കൃഷ്ണനും പകുതി പരാശക്തിയും എന്നുള്ള സങ്കല്പത്തിലെ ഗോപാലസുന്ദരി. അതൊക്കെ താന്ത്രിക ഭാവങ്ങളാണ്. അതിലൊക്കെയും ശ്രീരാമനിൽ സന്നിവേശിച്ചിരിക്കുന്ന കാളിയെ കാണാൻ പറ്റുന്നു. ആ ഭാവം ഈ അഗ്നിപരീക്ഷ അവിടെ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡത്തിൽ തന്നെ ഈ സീത ഭൂമിയിലേക്ക് മടങ്ങിപ്പോകുന്ന ആ ഭാഗങ്ങളിൽ എന്താ ഈ ഭൂമിയിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറയും. കുണ്ഡലിനി ഇരിക്കുന്നത് മൂലാധാര ചക്രത്തിലാണ്. കുണ്ഡലിനി ഇരിക്കുന്നത് മൂലാധാര ചക്രത്തിലാണ്. നമ്മുടെ ലൈംഗികാവയവത്തിൻ്റെയും വിസർജനാവയവത്തിൻ്റെയും ആ ഇടയിലായിട്ട് നട്ടെല്ലിൻ്റെ അറ്റത്ത് ഒരു ചക്രമുണ്ട്. അതാണ് മൂലാധാരം. അവിടെ 3.5 ചുറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സർപ്പരൂപിണിയായിട്ടാണ് കുണ്ഡലിനി ഇരിക്കുന്നത്. അത് പിന്നെ ഓരോ ചക്രങ്ങൾ കയറിയാണ്. സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, അങ്ങനെയാണ് ഞാൻ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ എന്നിപ്പോൾ ആരോ പറഞ്ഞു എന്നോട്, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭവം എന്ന് പറഞ്ഞത് ഈ 6 ചക്രം ഭേദിച്ച് മുകളിൽ ചെല്ലുന്നതാണ്. ഈ സനകാദികൾ വൈകുണ്ഠത്തിൽ ചെന്നിട്ട് ജയനും വിജയനും തടഞ്ഞു എന്ന് പറയണതും ഈ 6 ചക്രം കടന്നിട്ട് 7ാമത്തെ സഹസ്രാരത്തിൽ എത്തണ സമയത്ത് വരുന്ന യോഗവിദ്യയിൽ വരുന്ന ഒരു തടസ്സത്തിനെയാണ്.
അപ്പം ആ മൂലാധാരം ഭൂമിതത്വമാണ്. ഉയർന്ന കുണ്ഡലിനിയെ വീണ്ടും അടക്കുന്നത് മൂലാധാരത്തിലാണ്. സീത ഭൂമിയിലേക്ക് തിരിച്ചു പോയി എന്ന് പറയുന്നത് മൂലാധാരത്തിലേക്ക് ചൈതന്യത്തെ തിരിച്ച് അടക്കി ശാന്താക്കി വയ്ക്കുക. ആ വിദ്യയാണ് സീത ഭൂമിയിലേക്ക് തിരിച്ചു. അത് തൻ്റെ കാളീ സ്വരൂപത്തിലേക്ക് അത് തിരിച്ചു പോയി എന്നർത്ഥം. അതാണ് ഈ ഭൂമിയിലേക്ക് അബ്സോർബ്ഡായി പോയി എന്ന് പറയണതിൻ്റെ അർത്ഥം. ആ മനുഷ്യ നാടകങ്ങളൊക്കെ അവസാനിപ്പിച്ച് പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരത്തെ ഉപേക്ഷിച്ച് തൻ്റെ സ്രോതസ്സ് എവിടെയാണോ ആ ചക്രത്തിലേക്ക് തിരിച്ചുപോയി. അവിടെ ഭൂമി എന്നതുകൊണ്ട് മൂലാധാര ചക്രം, മൂലാധാര ചക്രത്തിലേക്ക് ദേവി തിരിച്ചുപോയി. അപ്പോൾ പൃഥ്വീതത്വം ശക്തിയെ അബ്സോർബ് ചെയ്തു, അവിടെ അത് അവസാനിക്കുകയാണ്. ഇങ്ങനെ സട്ടിലായിട്ട് പല സ്ഥലങ്ങളിലും കാളിയായിട്ട് സീതയെ നമുക്ക് കാണാൻ സാധിക്കും. സീത എന്ന് പറഞ്ഞാൽ അടങ്ങിയ കാളിയാണ്. കാളി എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ സീതയാണ്. സീത എന്ന് പറഞ്ഞാൽ അടങ്ങിയ കാളിയാണ്. കാളി എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ സീതയാണ്. സീത ക്ഷമയുടെ ശക്തിയാണ്. അവിടെ എന്താ പറയുക, ധർമ്മം പരിധിക്കപ്പുറത്തേക്ക് നശിപ്പിക്കപ്പെടുമ്പോൾ സഹനത്തിൻ്റെ പരിധികൾ, ക്ഷമയുടെ നെല്ലിപ്പല കടക്കുമ്പോൾ അത് കാളിയായിട്ട് മാറിയേ പറ്റൂ എന്ന് വരും. സീതയ്ക്ക് പ്രതികാരമില്ല, കാളിക്ക് പ്രതികാരമുണ്ട്. പക്ഷെ പ്രതികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള പ്രതികാരങ്ങൾ ഈശ്വരനില്ല. പ്രപഞ്ചത്തിൻ്റെ താളത്തിനൊരു വിഷയം വരുമ്പോൾ അതിൽ ഇടപെടുക, അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ തമിഴ് അതുപോലെ ബംഗാളി നാടോടി കഥകളിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ കൊണ്ടുപോയിട്ട് താമസിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ മനസ്സിനെ തകർക്കാനായിട്ട് അനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അമ്മ ഒരു സാധാരണ സ്ത്രീ അല്ലാത്തതുകൊണ്ട് ഒരു തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾക്കും വഴിപ്പെടാതെ ജപത്തിലും ധ്യാനത്തിലും മുഴുകി ആ അശോകവനികയിൽ കാലം കഴിച്ചു കൂട്ടുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് തമിഴ് സമ്പ്രദായങ്ങളിൽ പറയും, സീത വിചാരിച്ചിരുന്നെങ്കിൽ കണ്ണകിയെപ്പോലെ മധുര എങ്ങനെയാണോ കണ്ണകി ചുട്ടത് അതുപോലെ സീതയ്ക്ക് ലങ്കയെ ചുടാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. കമ്പരാമായണത്തിൽ ഹനുമാനുമായിട്ടുള്ള സംവാദത്തിൽ അതിൻ്റെ സൂചനകളുണ്ട്. സീത വിചാരിച്ചു കഴിഞ്ഞാൽ ശരിക്കും ലങ്കയെ അന്നേ നശിപ്പിച്ച്, അത് രാമനോ ഹനുമാൻ തന്നെയോ വരേണ്ട ആവശ്യമൊന്നുമില്ല. സീത അതിനെ നിശേഷം ചുട്ടു പൊട്ടിച്ചെന്നെ എന്ന് പറയും. അപ്പോൾ ഹനുമാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അമ്മയെ എന്തുകൊണ്ടത് ചെയ്തുകൂടാ, അമ്മയ്ക്കത് സാധിക്കുമല്ലോ എന്ന് പറയും. ഇല്ല, ഞാൻ ധർമ്മത്താൽ കെട്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ രാമൻ്റെ പത്നിയാണ്, ഞാൻ എൻ്റെ ശക്തിയെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് ധർമ്മത്തിന് വിരുദ്ധമാവും, രാമൻ വന്ന് എന്നെ രാവണനെ ജയിച്ച് ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് പറയുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഉണ്ടായാൽ അതിനെ വായി തോന്നിയവർ ഉപയോഗിക്കുക എന്നുള്ളതല്ല, അതിനെ റെസ്പോൺസിബിളി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും തമാശയായിട്ട് പറയാറുണ്ട് സ്പൈഡർമാൻ്റെ കാര്യം. മിക്ക പ്രഭാഷണത്തിൽ ഞാൻ പറയാറുണ്ട്, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ശക്തി വർദ്ധിക്കുന്തോറും ഉത്തരവാദിത്തം കൂടണം. വായി തോന്നിയമാതിരി എന്തെങ്കിലും കാണിച്ച് കിടക്കരുത്. നമ്മൾ പറയണത് കേൾക്കാൻ 10 പേരുണ്ടായാൽ നമ്മൾ എന്ത് അബദ്ധം പറഞ്ഞാലും അവരത് മനസ്സിലേക്ക് എടുക്കും. അത് ചിലപ്പോൾ ആ സമൂഹം നശിച്ചു പോകാൻ തന്നെ കാരണമായി തീരും. അതുകൊണ്ട് എന്തു പറയുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും നമുക്ക് ശക്തി വർദ്ധിക്കുന്തോറും ശ്രദ്ധിക്കണം. ഈവൺ ഉപാസനയിലും ഒക്കെ അങ്ങനെയാണ്. നമ്മൾ പറയണ വാക്ക് പോലും ചിലപ്പോൾ അറം പറ്റുക എന്ന് പറയും. അത് ആ തരത്തിലായിട്ട് അത് മാറും. കൃത്തിവാസ രാമായണത്തിൽ, ബംഗാളി രാമായണത്തിൽ സീതയെ ഭദ്രകാളിയായിട്ട് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ഡോദരിക്കാണ് അത് കാണുന്നത്. മണ്ഡോദരിക്കൊരു ദർശനം ഉണ്ടാവുന്നുണ്ട് കൃത്തിവാസ രാമായണത്തിൽ. നമുക്കിപ്പോൾ പല രാമായണങ്ങളെന്നുള്ള കഥകൾ എടുത്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. നമുക്കിപ്പോൾ ഇന്ന ഒരു രാമായണം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല രസമാണ് ഇങ്ങനെ നോക്കി പോകുമ്പോൾ. ഒരു ദിവസം രാത്രി മണ്ഡോദരി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഒരു ദർശനം ഉണ്ടാവും. അതൊരു സ്വപ്നം എന്ന് ഞാൻ പറയില്ല, ഒരു ദർശനം. സീത വാടികയിൽ ഇങ്ങനെ ഇരിക്കുന്നു, വളരെ ദുഃഖിച്ചിട്ടിരിക്കുന്നതായിട്ട് ആദ്യം കാണും. പൊടുന്നൻ അവളുടെ രൂപം മാറിയിട്ട് അവൾ തലയൊട്ടിയൊക്കെ ധരിച്ച് രക്തമൊക്കെ ഇറ്റ് വീഴുന്ന ഒരു വലിയ വാള് പിടിച്ചിട്ട് ഇങ്ങനെ യോഗപട്ടം പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാളിയായിട്ട് കാണുക. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. ഈ കാളിയുടെ ആ ശിരസ് തൊട്ട്
താഴ്വശം വരെ ഇങ്ങനെ നോക്കി വരുമ്പോണ്ട് അവളുടെ കാലിൻ്റെ അടിയിൽ രാവണൻ്റെ ശവശരീരം കിടക്കുക. രാവണൻ്റെ ശവശരീരത്തിൽ ചവിട്ടി നിൽക്കുന്ന, അവൻ്റെ തലയറുത്ത രക്തം കുടിച്ചുകൊണ്ട് നിൽക്കുന്ന കാളിയായിട്ട് മണ്ഡോദരിക്ക് ഒരു ദർശനം ഉണ്ടാവുകയാണ്. മണ്ഡോദരി ഓടി രാവണൻ്റെ അടുത്തെത്തിയിട്ട് പറയും, സീതയെ തിരിച്ചു കൊടുക്ക്, അവൾ സാധാരണക്കാരിയല്ല, അവൾ ഭദ്രകാളിയാണ്, നീ കൊടുത്തില്ല, അങ്ങ് കൊടുത്തില്ലെങ്കിൽ അങ്ങയുടെ നാശമായിരിക്കും ഫലം. പക്ഷേ രാവണനത് ചെവിക്കൊള്ളുന്നില്ല. ഇത് കൃത്തിവാസ രാമായണത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഡിവൈൻ വാർണിംഗ് പോലെ രാവണൻ്റെ വരാനിരിക്കുന്ന അനിവാര്യമായിട്ടുള്ള പതനത്തിൻ്റെ, നാശത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് ഈ സീതയുടെ ശക്തിഭാവത്തിനെ അവിടെ ആ കവി കൃത്തിവാസൻ അത് ഉപയോഗിച്ചിരിക്കുന്നു. നോക്കൂ, ഗീതയിൽ വിശ്വരൂപം കാണിച്ചു കൊടുക്കുമ്പോൾ അർജുനന് ഭഗവാൻ താൻ കാലഭൈരവ സ്വരൂപം എടുത്തിട്ട് ആ ദംഷ്ട്രകളുടെ ഇടയിൽ ദ്രോണരും ഭീഷ്മരും ദുര്യോധനാദികളൊക്കെ കോർത്ത് കിടന്ന് അവരുടെ രക്തം കുടിക്കാനായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇവരെയൊക്കെ ഞാൻ ഓൾറെഡി കൊന്നു കഴിഞ്ഞു, നീ വെറുതെ പ്രയോഗിച്ചാൽ മതി. ഇതുപോലെ രാമൻ കൊല്ലാൻ പോകുന്നു രാവണനെ എന്നുള്ളത് അമ്മ എന്ന് പറയുന്ന കാലസ്വരൂപിണി ഓൾറെഡി വധിച്ചു കഴിഞ്ഞു രാവണനെ. രാവണൻ്റെ ആയുസ് അമ്മയുടെ കയ്യിലായി കഴിഞ്ഞു എന്ന് അവിടെ ലക്ഷണം കാണിച്ചതായിട്ട് കാണണം. അത് വെറുതെ കാളി കൊന്നിട്ടിരിക്കണതല്ല മണ്ഡോദരി കാണുന്നത്. ആ അശോകവാടികയിലിരിക്കുന്ന സീത കാളിയായിട്ട് മാറിയിട്ട് ആ തലവെട്ടി എടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മണ്ഡോദരി അങ്ങനെ കാണുന്നത് രണ്ട് തരത്തിലും എന്താ പറയുക, ഉചിതമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ മണ്ഡോദരി രാവണൻ്റെ പത്നി ആയതുകൊണ്ട് കാണാം. ഇപ്പം ജരാസന്ധൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു, അല്ലെങ്കിൽ ജൂലിയസ് സീസറിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഭർത്താവ് കൊല്ലപ്പെടാൻ പോകുന്നത്. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയ്ക്ക് അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കുന്ന അമ്മയ്ക്ക്, പെറ്റമ്മയ്ക്ക് അറിയും അപകടം വരുമ്പോൾ. അത് പ്രകൃതിയിലുള്ളതാണ്. പക്ഷേ മണ്ഡോദരി അതിലുപരി ഭക്തയായിരുന്നു, സ്ത്രീരത്നങ്ങളിൽ പെട്ടതാണ്. സീതയുടെ ഒപ്പം തന്നെ വരുന്ന ആളാണ്. സീതയ്ക്കും ദ്രൗപദിക്കും ഒക്കെ ഒപ്പം വരുന്ന ആളാണ് മണ്ഡോദരി. അവരെ നോർത്തിൽ നിന്ന് ഗാസിയാബാദ് അടുത്തോ മീററ്റ് ഒറ്റയായിരുന്നു മണ്ഡോദരിയുടെ ജന്മസ്ഥലം. അവിടുന്ന് തട്ടിക്കൊണ്ടുപോയതാരാണ്. ഈ മണ്ഡോദരിക്ക് ജനിച്ച മകളാണ് സീത എന്നാണ് ചില രാമായണങ്ങളിൽ. അത് ഒരു കഥയുണ്ട്, നമുക്ക് വരാം. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു മണ്ഡോദരിക്ക് ഇങ്ങനൊരു വിഷൻ ഉണ്ടാവുന്നത് കൃത്തിവാസ രാമായണത്തിൽ ഭദ്രകാളിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മഹാകാളി എന്ന് പോലുമല്ല, ഭദ്രകാളിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. രക്തം പാനം ചെയ്യുന്നവളാണ് ഭദ്രകാളി, അതുകൊണ്ട് ഭദ്രകാളിയായിട്ട് കാണിച്ചിരിക്കുന്നു. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനവധി ഈ ട്രഡീഷണൽ ടെക്സ്റ്റുകളിൽ, ഇപ്പോൾ ഒരു വാൽമീകി രാമായണം മാത്രമല്ലാതെ ഈ അഗ്നിപ്രവേശ സമയത്തുള്ള സീതയുടെ കാളീഭാവത്തിനെ പല വിധത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ആ ഭാഗങ്ങളിലൊന്നും ഞാൻ പോകുന്നില്ല. എന്താണെങ്കിലും വാൽമീകി രാമായണത്തിൽ പോലും സീതയെ നമുക്ക് കാളിയായിട്ട് കാണാൻ, അഗ്നിസ്വരൂപിണിയായിട്ട് കാണാൻ പറ്റുന്നത്, അഗ്നിദുർഗയായിട്ട്, അങ്കാള പരമേശ്വരി എന്ന് പറഞ്ഞ കാളീഭാവത്തിൽ നമുക്ക് കാണുന്നത് അതിലാണ്. പിന്നെ ഉത്തരരാമായണത്തിലും മറ്റ് നാടോടി കഥകളിൽ 11 ക്വസ്റ്റ്യനുമായിട്ട് വരുന്ന ആ ഭാഗങ്ങളിലാണ് തൻ്റെ മക്കൾ അശ്വമേധത്തിൻ്റെ ആകാശത്തിനെ പിടിച്ച് കെട്ടുന്നത് കാളിയുടെ ജയമായിട്ട്, തൻ്റെ മക്കളിൽ കൂടെ ദേവി രാമനെതിരെ ഒരു യുദ്ധം ചെയ്ത പോലെ അവതരിപ്പിക്കുന്ന എത്രയോ പാട്ടുകളുണ്ട്, നാടോടി പാട്ടുകൾ. ഇപ്പോൾ ഞാൻ യശോദാഹൃദയം പറഞ്ഞ സമയത്ത് ഞാൻ ഒറീസയിലുള്ള നാടോടി പാട്ടുകൾ ഞാൻ കുറേ അതിൽ എടുത്ത് പറഞ്ഞിരുന്നു. യശോദയുടെ മനസ്സെങ്ങനെയാണ്. കാരണം നമുക്ക് പുരാണത്തിൽ പറയണത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെയോ നാടോടിപ്പാട്ടുകളും നാടോടിക്കഥകളും ആയിരുന്നതാണ് സംസ്കൃതത്തിൽ പുരാണങ്ങളായതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മതി. അതുകൊണ്ട് നാടോടിക്കഥകൾക്ക് വലിയൊരു പ്രാമുഖ്യമുണ്ട്. നമ്മുടെ സംസ്കാരത്തിൽ നാടോടിക്കഥകൾക്ക് വലിയൊരു പ്രാമുഖ്യമുണ്ട്. വാമൊഴിയായിട്ട് വന്നിട്ടുള്ളൊരു ചരിത്രമുണ്ട് എപ്പോഴും. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതിൽ പറഞ്ഞത് മാത്രം പ്രമാണമെന്ന് നമുക്ക് അടിച്ചു പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ അശ്വമേധത്തിൻ്റെ ഈ അശ്വമേധത്തിന് കുതിര അഴിച്ചു വിടും. പിടിച്ചു കെട്ടിയാൽ ആ രാജാവുമായിട്ട് യുദ്ധം ചെയ്തോളണം, അല്ലെങ്കിൽ മേൽക്കോയും അംഗീകരിച്ചോളണം. 11 കുജിനും ആ കുതിരയെ പിടിച്ച് കെട്ടി. അപ്പോൾ നാച്ചുറലി ശത്രുഘ്നനാണ് സൈന്യത്തിൻ്റെ ഒപ്പം വരണം. അദ്ദേഹമായിട്ട് ഇളയച്ചനുമായിട്ട് യുദ്ധവും, ഇളയച്ചനെ തോൽപ്പിക്കും, ഹനുമാനെ പിടിച്ച് കെട്ടും. അങ്ങനെ സീതയ്ക്ക് അറിയാം രാമൻ്റെ കുതിരയാണെന്ന് അറിഞ്ഞിട്ടും അത് ആ മക്കളെ ജയിക്കാനായിട്ട് വിട്ടുകൊടുത്തത് ആ കാളീഭാവം ഉണർന്നു നിൽക്കണോണ്ടാണെന്ന്. അതായത് അനീതി, തനിക്കെതിരെ സംഭവിച്ച അനീതിക്ക് എതിരെയുള്ള ആ രോഷം അങ്ങനെയാണ്
കാണിക്കുന്നതെന്നാണ്. ഇനി അവസാനം തൻ്റെ മക്കളാണ് എന്ന് രാമൻ തിരിച്ചറിയുമ്പോഴോ, സീത വരുമ്പോഴോ, സീത എന്താ ചെയ്യണത്? വീണ്ടും ലൗകികതയെ പുൽകുകയല്ല ചെയ്യണത്, ത്യജിക്കുകയാണ്. കാളിയുടെ സ്വഭാവമാണ്. കാളി ഒരിക്കൽ മായയെന്ന് വേർപെട്ട അവൾ പിന്നെ മായയിലേക്ക് തിരിച്ചു വരില്ല. അവളെ മായയാണ്, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവൾ ഒരിക്കലും, യഥാർത്ഥ സാധകൻ ഒരിക്കലും തിരിച്ചു വരാൻ ശ്രമിക്കില്ല. ഈ ചക്രത്തു നിന്ന് രക്ഷപ്പെടാനേ നോക്കുള്ളൂ. അതുകൊണ്ട് വീണ്ടും രാജകീയ ജീവിതത്തിലേക്കും അംഗീകാരത്തിലേക്കും സമൂഹത്തിൻ്റെ അംഗീകാരത്തിലേക്കും ഒക്കെ വരേണ്ട ഒരു ഘട്ടം വന്ന് എല്ലാവരുടെ മുന്നിലും വീണ്ടും പട്ടമഹിഷി എന്ന തലത്തിലേക്ക് എത്താൻ പോകണമെന്ന് കണ്ട നിമിഷം, അമ്മയെ നീ എന്നെ തിരിച്ചു കൊണ്ടുപോയാലെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ ഒരു തീവ്രമായ തീക്ഷ്ണമായ ത്യാഗം ചെയ്യാൻ സാധിക്കണമെങ്കിലും അവൾ കാളി ആയേ പറ്റൂ. അല്ലാത്തൊരാൾക്ക് തീവ്രമായിട്ടുള്ള ത്യാഗം ചെയ്യാൻ സാധിക്കില്ല. സ്വന്തം ശരീരത്തിനെ ത്യജിക്കുന്നവനൊക്കെ ശിവനാണ്. സ്വന്തം ശരീരത്തിനെ ധീരതയോടുകൂടി ത്യജിക്കുന്നവനൊക്കെ ശിവനാണ്. എന്തുകൊണ്ടാണ് യുദ്ധത്തിൽ ഹര ഹര മഹാദേവ എന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്യണം? ശരീരം ത്യജിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ടാണ്. ശരീരം ത്യജിക്കാനുള്ള ശക്തി വർക്കൗട്ട് ആവണമെങ്കിൽ ഈ വിധത്തിലേ നടക്കുള്ളൂ. അപ്പോൾ അവിടെ കാളിയാകുമ്പോഴേ വേൾഡിനെ, ലൈഫിനെ, നമ്മുടെ കയ്യിലുള്ളതിനെയൊക്കെ ത്യജിക്കാൻ, റിജക്റ്റ് ചെയ്യാൻ, വേണ്ട എനിക്കത് ആവശ്യമില്ല, ഉള്ളതിനെ ത്യജിക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്തതിനെ ത്യജിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ഇല്ലാത്തത് ത്യജിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഭയങ്കര ത്യാഗിയാണെന്ന് പറയും. എന്താ ത്യജിക്കണം? ഒന്നും കളഞ്ഞിട്ടില്ല. ഉണ്ടാക്കിയിട്ട് ത്യജിക്കണം, സമ്പാദിച്ചിട്ട് ത്യജിക്കണം. സീത സകലതും നേടിയിട്ട് ത്യജിച്ചു. അപ്പോൾ അവൾ കാളിയാണ്. എല്ലാം ഉണ്ടായിട്ട് ത്യജിക്കുമ്പോഴാണ് കാളിയാവുക. അങ്ങനെ ത്യജിക്കുമ്പോൾ ഭൂമി വളർന്നു, ദേവി ആ ഭൂമിയിലേക്ക് ലയിച്ചു എന്ന് പറഞ്ഞു. ആരാധനയെ തന്നെ എപ്പോഴും നോക്കിയാൽ കാണാം, ഭൂമി തത്വത്തിന് കാളിയായിട്ട് വലിയ ബന്ധമാണ്. നമ്മൾ പത്മം വരയ്ക്കണതും കുണ്ഠം നവയോനി ചക്രമൊക്കെ വരച്ച് അതിൻ്റെ ഉള്ളിൽ കുണ്ഠം അഗ്നി കൊണ്ടുണ്ടാക്കി ഹോമിക്കുന്നതൊക്കെ എവിടെയാണ്? ഇന്നിപ്പോൾ ടെറസിലൊക്കെ ഹോമിക്കും, ഭൂസ്പർശം ഇല്ലാണ്ട്, നിവൃത്തിയില്ല. പക്ഷേ ഹോമത്തിന് ഭൂസ്പർശം വേണം. ഭൂമിയിൽ തൊടാത്ത ഒരു ക്രിയയില്ല, അല്ലേ? അത് ആ കാളി ചൈതന്യം ഇരിക്കുന്നത് ഭൂമിയിലാണ്, ഭൂമിയെങ്കിലാണ്. ഭൂമി സകല തത്വങ്ങളും കൂടെ ഒന്നായിട്ടുള്ളതാണ്. അതിൽ കാളി വസിക്കണു എന്നുള്ളൊരു സങ്കല്പം. ഇനി ഈ അത്ഭുതരാമായണത്തിൻ്റെ ആ കഥയിലേക്ക് നമുക്ക് ചെല്ലാം. ഇതിലെ ഏറ്റവും എന്താ പറയുക, വിഷ്വലി ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ഭാവമാണ്, അഥവാ ഒരു ഭാഗമാണ് ഈ അത്ഭുതരാമായണത്തിൽ വരുന്നത്. അത്ഭുതരാമായണം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമുണ്ടാക്കുന്ന രാമായണം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അമേസിങ് രാമായണം. അതാണ് ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം. അതിൻ്റെ ആ കഥയുടെ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം, സമയമുണ്ട് നമുക്ക്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും സാധാരണ കാണുന്ന രാമായണത്തിൻ്റെ കഥയുടെ സ്ട്രക്ചറേ അല്ല, വിചിത്രമായ സംഭവങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 10 തല രാവണനെ കൊന്നു കഴിഞ്ഞാൽ 1000 തല രാവണൻ വരുന്നു, പാതാളത്തിലൊരു രാവണൻ വരുന്നു, മഹിരാവണൻ, സഹസ്രമുഖരാവണൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല 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 രാവണന്മാർ, പല വിചിത്രമായിട്ടുള്ള കഥകൾ, മാജിക്കലാണ് മൊത്തത്തിൽ. അങ്ങനെ ഉള്ള ഒരു എഴുത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം സാധാരണക്കാരന് എളുപ്പം പിടികിട്ടാതിരിക്കാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള രഹസ്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് നീ ഓവർ മാജിക് വയ്ക്കുക, കഥയിൽ കൊടുക്കുക എന്നുള്ളത് പണ്ടത്തെ ആചാര്യന്മാരുടെ ടെക്നിക്കാണ്. അവർ ചിലപ്പോൾ സമൂഹം അയ്യേ എന്ന് പറയുന്ന വിഷയങ്ങളെ അല്ലെങ്കിൽ വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് അയ്യേ അത് അസഭ്യമാണ് എന്ന് പറയുന്ന വിധത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ വേണ്ടവൻ എടുത്താൽ മതി എന്ന് വെച്ചിട്ട്, അല്ലാത്തവനൊക്കെ ഓടിക്കോളും. എപ്പോഴും ഒരു ആവരണം വയ്ക്കും, സഭ്യതയുടെ അപ്പുറത്തേക്കുള്ളൊരു ആവരണം വയ്ക്കും. ഇപ്പം ചില മഹായോഗികൾ അങ്ങനെയാണ്, അവർ കണ്ട അട്ടിക്കല്ല് വലിച്ചെറിയും, പച്ച തെറിയ പറയും, വളരെ മോശമായിട്ട് പെരുമാറും, നമ്മളെ ശരീരം മുറിപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മൾ പാലക്കാട് ഭാഷ പറഞ്ഞാൽ മുടുക്കി ഓടിക്കും, പുറകിൽ അടിച്ചോടിക്കുക എന്ന് പറയും. ഇതൊക്കെ മറികടന്ന് അവരുടെ അടുത്ത് പിന്നെയും നിന്ന് പോകുമ്പോൾ ഒരു ഘട്ടം എത്തുമ്പോൾ വിളിച്ചിട്ടാണ് അവർ ഉപദേശം കൊടുക്കുക. കാരണം ഇതവർ മോഡലാക്കണത് വേറെ ആരെയല്ല, അച്ഛനെ തന്നെയാണ്. മൂപ്പരങ്ങനെയാണ്, മഹാദേവൻ അങ്ങനെയാണ്.
മഹാദേവൻ അടുപ്പിക്കില്ല ഒരാളെ, അടുപ്പിക്കില്ല. അടുപ്പിച്ചാൽ മഹാദേവനാവണം, മഹാദേവനായേ പറ്റൂ. ശിവൻ്റെ അടുത്ത് പോയാൽ ശിവനാവണം, ശിവനാവാതെ പിന്നെ തിരിച്ചു വരൽ നടക്കില്ല. ശിവൻ്റെ അടുത്ത് ചെല്ലൽ കഷ്ടമാണ്, ചെന്നാൽ ശിവനാവും. അത് ഈ ഒരു നേച്ചർ ആചാര്യന്മാർക്ക് പലർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ നമ്മളെ പറഞ്ഞ് സുഖിപ്പിക്കാൻ കഥയാക്കും, അതല്ലെങ്കിൽ അറയ്ക്കണ വിധത്തിലുള്ള എന്തെങ്കിലും ആക്കി വയ്ക്കും. ഇത് രണ്ടിൻ്റെയും വേലിക്കെട്ടുകളുടെ അപ്പുറത്ത് സാധാരണക്കാരൻ രക്ഷപ്പെട്ടു പോവില്ല. അവൻ ഒന്നുമില്ലെങ്കിൽ കഥയെ കുടുങ്ങി ഈ കഥ പഠിപ്പിച്ച് ഈ കഥയാണ് ഭക്തി എന്നും പറഞ്ഞ് ഈ കഥയിൽ കിടക്കും. അതല്ലാത്തവൻ അതൊക്കെ മനുഷ്യനെ കൊണ്ട് പറ്റുമോ, എന്ത് വൃത്തികളാണ് അവർ ആ വഴിക്കും പോകും. അതിൽ അമ്മയുടെ പദ്ധതികളിൽ, മഹാദേവൻ്റെ തന്നെ രഹസ്യ പദ്ധതികളിൽ ഈ കഥ വെച്ചിട്ടുള്ള കളിയെക്കാട്ടിലും കൂടുതൽ വെറുപ്പിക്കലാണ്. വെറുപ്പിച്ച് ഓടിക്കും. എന്തിനേ വെറുപ്പിക്കണമെന്ന് വെച്ചാൽ ആ വേണ്ടവ മാത്രം വന്നിട്ട് അത് എടുക്കണം, അല്ലാത്തവൻ അത് കിട്ടരുത് എന്ന് നിർബന്ധമാണ്. നമുക്ക് സഭ്യമായിട്ട് പറയാൻ പോലും പറ്റില്ല, അങ്ങനത്തെ വരികളായിരിക്കും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അർത്ഥം അതേ ആയിരിക്കില്ല, അർത്ഥം അതേ ആയിരിക്കില്ല. അത്ഭുത രാമായണത്തിൽ ഭാഗ്യത്തിന് സഭ്യതയുടെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ കഥ കൊണ്ട് മയക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തുള്ളതൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നാൽ കഥ വായിക്കണമെങ്കിൽ നല്ല രസമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. സാധാരണ രാമായണം വായിക്കണേക്കാട്ടിലും രസമാണ് ഇത് വായിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ പല പല പ്രക്ഷിപ്ത കഥകളൊക്കെ നമ്മുടെ തമിഴ്, കന്നഡം, തെലുങ്ക് നാടുകളിലൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒറീസയിലൊക്കെ തന്നെ 10-15 നൂറ്റാണ്ടിനൊക്കെ ശേഷം, അതുമാതിരി ബംഗാളിൽ, ആസാമിൽ, ഇതിലൊക്കെ തന്നെ ഈ രണ്ടാമതൊരു രാവണൻ ഉണ്ടായിരുന്നതിൻ്റെ കഥകൾ കാണാൻ പറ്റും. ഈ രണ്ടാമത്തെ രാവണൻ്റെ വരവ് തന്നെ സീതയുടെ ഈ ഭാവം കാണിക്കാനാണ്. ആദ്യത്തെ രാവണനെ ശ്രീരാമസ്വാമി തന്നെ വധിക്കുന്നത്, പക്ഷെ രണ്ടാമത്തെ രാവണനെ സീതയാണ് വധിക്കുന്നത്. അത്ഭുത രാമായണത്തിൽ സീതയാണ് വധിക്കുന്നത്. അത് ഈ 15-16 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ശാക്ത പാരമ്പര്യങ്ങൾ വളരെ ശക്തമായതിന് ശേഷം വരണതാണ്. അതിൽ അത്ഭുത രാമായണം പറഞ്ഞത് ഇതും വാൽമീകി പറഞ്ഞത് തന്നെയാണ്. വാൽമീകി ചുരുക്കി പറഞ്ഞതാണ് നിങ്ങൾ അറിയണ രാമായണം, ഇത് ശരിക്കുള്ള രാമായണം ഇതാണ്, ഇത് കുറച്ചുകൂടെ വിസ്തരിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയണം. അപ്പോൾ അതിൽ എന്താ പറയുക, അതിൻ്റെ ഒരു കഥ, സീതയുടെ ഒരു ഉത്ഭവം പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവണൻ്റെ ഭാര്യ മണ്ഡോദരി, ഈ ഭർത്താവ് ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു മനുഷ്യൻ, സ്ത്രീകളുടെ മുഴുവൻ ശാപം മേടിച്ച് വയ്ക്കുകയാണ്. രാവണൻ്റെ ജീവിതത്തിലെ ഏക അധർമ്മം എന്ന് പറഞ്ഞാൽ സ്ത്രീ ശാപമാണ്. അത് ബ്രഹ്മപ്രവേശം തുടങ്ങിയ അനവധി കഥകളിൽ നമുക്കറിയാം. അപ്പം മണ്ഡോദരിയാണെങ്കിൽ അത്ര സുചരിതയായിട്ടുള്ളൊരു സ്ത്രീ, ഭർത്താവ് ഇങ്ങനെ ഇത്രയും പ്രതാപിയും ശിവഭക്തനും ചിത്രകാരനും വീണാവിദ്വാനും ഒക്കെയാണ്, മഹാവൈദ്യനാണ്, അനവധി ഗുണങ്ങളുണ്ട് രാവണന്. പക്ഷേ ഇത് മുഴുവൻ നശിപ്പിക്കുന്ന ധാർഷ്ട്യവും അഹങ്കാരവും ഈ കാമവാസനയും. അത് കാരണം മണ്ഡോദരി അവസാനം ഒരു ദിവസം വളരെ മനസ്സ് വിഷമിച്ചിട്ട് രാവണൻ അവൾക്ക് കൊടുത്ത ഒരു വിശേഷമായിട്ടുള്ളൊരു ചഷകത്തിൽ വിഷം ഒഴിച്ച് ആ വിഷം കുടിച്ചു. ഭർത്താവ് ഭാര്യയ്ക്ക് മേടിച്ചു കൊടുത്ത കപ്പാണ്, നമ്മളൊക്കെ ബർത്ത്ഡേക്ക് പ്രസൻറ്റ് കൊടുക്കില്ലേ, അതുമാതിരി മേടിച്ചു കൊടുത്തൊരു കപ്പായിരുന്നു. ആ കപ്പിൽ വിഷം നന്നായിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് അത് കുടിച്ചു, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട്. വിഷമാണെന്ന് കരുതി കുടിച്ചത് പക്ഷേ രക്തത്തുള്ളികൾ കലർന്ന പാലായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ തന്നെ സാധാരണ നടക്കുന്ന കാര്യമല്ല. അതാണ് അത്ഭുത രാമായണം. വിഷമാണെന്ന് കരുതി കുടിച്ചു, പക്ഷെ കുടിച്ചത് പാലാണ്. ഒറ്റ പ്രശ്നമുള്ളൂ, പാലിൽ ബ്ലഡ് ഉണ്ടായിരുന്നു. ഇത് പാവം അറിഞ്ഞില്ല. ഇതെങ്ങനെയാണ് അവിടെ വന്നതെന്ന് വെച്ചാൽ, ഈ പാല് ശരിക്കും മഹാലക്ഷ്മിക്ക് കുഞ്ഞുങ്ങളില്ലാത്തൊരു സ്ത്രീ കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് നേദിച്ച പാലായിരുന്നു. അപ്പോൾ മഹാലക്ഷ്മിയെപ്പോലൊരു മകള് ജനിക്കണം എന്ന് കരുതിയിട്ട് ജപിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ആ പാല് നേദിച്ചത്. ആ പാലാണ് എങ്ങനെയോ പാത്രം മാറി വിഷത്തിന് പകരം മണ്ഡോദരിയുടെ കയ്യിലെത്തിയത്. ചിലപ്പോൾ കറണ്ട് പോയ നേരെ ഇരുന്നിരിക്കും, അപ്പോൾ പാലാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താണെങ്കിലും അതിലും ഇനി ദണ്ഡകാരണ്യത്തിൽ പോയ സമയത്ത്, രാവണൻ ലോകം മുഴുവൻ പിടിച്ചടക്കുന്ന സമയത്ത് അവിടുത്തെ മഹർഷിമാരെ ഉപദ്രവിച്ചിട്ട് അവരുടെ രക്തത്തുള്ളികൾ, അവരുടെ രക്തം
സംഭരിച്ചു കൊണ്ടുവരിക അങ്ങനെ എന്തോ ചെയ്തിട്ട് ആ രക്തത്തിൻ്റെ മഹർഷിമാരുടെ രക്തത്തിൻ്റെ അധർമ്മത്തിൻ്റെ രക്തത്തുള്ളികളാണ് എന്താ പറയുക ബ്ലഡ് ആയിട്ടുണ്ടായിരുന്നത്. അത് ആ പാത്രത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. എങ്ങനെയാണെന്നറിയില്ല. എങ്ങനെയാണെങ്കിൽ ആ രക്തത്തുള്ളി കലർന്നിട്ടാണ് ഈ പാല് മണ്ഡോദരിയുടെ വയറ്റിൽ ചെല്ലുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ മണ്ഡോദരി ഗർഭിണിയായി. അങ്ങനെ രാവണൻ്റെ പുത്രി എന്ന സ്ഥാനം ഈ ദേവിക്ക് വരികയാണ്. അപ്പോൾ രാവണൻ അറിഞ്ഞാൽ എങ്ങനെ ഇവള് ഗർഭിണിയായി എന്നുള്ള ചോദ്യം വരും. വലിയ വിഷയങ്ങളുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ ഒരു വർഷക്കാലത്തിൻ്റെ മുകളിലായിട്ട് രാവണൻ കൊട്ടാരത്തിൽ ഇല്ലാതാണ്. അപ്പോൾ താൻ എങ്ങനെ ഗർഭിണിയായി എന്ന് എങ്ങനെ ഉത്തരം പറയും? ഇവരാണെങ്കിൽ പാതിവ്രത്തത്തിൻ്റെ പരമകാഷ്ഠയുള്ള ഒരു സ്ത്രീയാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. മണ്ഡോദരിക്കും പാതിവ്രത്യം പ്രൂവ് ചെയ്യേണ്ടി വരുന്നു, ആ മകൾക്കും നാളെ പാതിവ്രത്യം പ്രൂവ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ രാവണനെ ഭയന്നിട്ട് ലങ്ക വിട്ട് മണ്ഡോദരി തൻ്റെ നാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ കുരുക്ഷേത്രത്തിൽ എത്തിച്ചേരും. കുരുക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന സമയമാകുമ്പോഴാണ് അവിടെ ആരുമില്ല, തന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്ന് കണ്ടപ്പോൾ അവൾ ഈ ഗർഭത്തെ അലസിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ഭ്രൂണത്തിനെ മണ്ണ് കുഴിച്ചിട്ടു. അവിടുന്ന് പോയി. ആ മണ്ണ് കുഴിച്ചിട്ട ഭ്രൂണം നശിച്ചില്ല, അതൊരു കുഞ്ഞായിട്ട് അവിടെ കിടന്നു. അതാണ് ആ ഉഴവുചാലിന്ന് കുട്ടിയായിട്ട് കിട്ടിയത്. ലക്ഷ്മി പുത്രിയായിട്ട് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് നേദിച്ച പാലായതുകൊണ്ട് മഹാലക്ഷ്മി തന്നെ ജനിച്ചു. ഇങ്ങനെ അത്ഭുതരാമായണത്തിൻ്റെ കഥ വരണത് ഇങ്ങനെയാണ്. അങ്ങനെ രാവണപുത്രി വയലാറിൻ്റെ കവിതയാണ് അല്ലേ, മനോഹരമായിട്ടൊരു കവിതയാണ് രാവണപുത്രി. അപ്പം ജനകൻ ക്ഷീരധ്വജൻ എന്ന് പറഞ്ഞ ജനകന്മാർ അനവധി പേരുണ്ട്. ജനകൻ എന്നുള്ളതൊരു ടൈറ്റിലാണ്. ആ ക്ഷീരധ്വജൻ എന്ന് പറഞ്ഞ ജനകന് ഈ കുഞ്ഞിനെ ആ ഉഴവുചാലിൽ നിന്ന് കിട്ടണു, എടുത്തു വളർത്തുന്നു. ജാനകി എന്ന പേര് അവൾക്ക് ലഭിക്കുന്നു. അങ്ങനെ മഹാലക്ഷ്മിയുടെ അംശാവതാരമായിട്ട് സീതയെ അത്ഭുതരാമായണം പറഞ്ഞു തുടങ്ങുന്നു. എന്നിട്ട് അവൾ കാളിയാണെന്ന് അവസാനം കൊണ്ടേ കാണിക്കും. അത്ഭുതരാമായണത്തിൽ ലക്ഷ്മിയുടെ അവതാരം തന്നെയാണെന്ന് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾ കാളിയാണെന്ന് അവിടെ ഫൈനലി കൊണ്ടുപോയിട്ട് ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് അത് ആക്കും. ഈ രസം എന്താണെന്ന് വെച്ചാൽ ഈ കാശ്മീരി ശൈവിസത്തിൽ തൃക എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിലും അതേമാതിരി തന്നെ ഈ ആസാമിലും ഒക്കെ ഈ അത്ഭുതരാമായണത്തിൽ പറയണ ഈ കഥയുടെ അംശങ്ങൾ കാണാൻ സാധിക്കും. മഹേശ്വരൻ്റെ ശക്തിയായിട്ടുള്ള ദേവിയെ വൈഷ്ണവീ ശക്തിയായിട്ട് ഒന്നായിട്ട് പറയുന്ന ഒരു രീതി, ശിവൻ്റെ ശക്തിയാണെന്ന് നമ്മൾ പറയുന്ന ഒരു ദേവത സങ്കല്പത്തിനെ വിഷ്ണുവിൻ്റെ ശക്തിയായിട്ട് പറയുന്ന വിചിത്രമായിട്ടുള്ള ഒരു ഭാവം. വൈഷ്ണവി ത്വം വൈഷ്ണവി ശക്തിർ അനന്തവീര്യ അല്ലേ? ആ ദേവിയെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ നാരായണീ സ്തുതി എന്ന് പറയണതിൽ, നാരായണ സ്തുതി എങ്ങനെയാണ് തുടങ്ങുന്നത്? ദേവി പ്രപന്നാർത്തി ഹരേ പ്രസീത എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങുക. അതിൽ കാളിയുടെ ഒരു മന്ത്രം വരും. കാളിയുടെ മന്ത്രം എങ്ങനെയാണ്? ജ്വാലാകരാളം അത്യുഗ്രമ ശേഷാസുരസൂദനം തൃശൂലംപാദനോ ഭീതർ ഭദ്രകാളി നമസ്തുതേ എന്ന് വരും. പറയുമ്പോൾ സ്തുതിയുടെ പേരെന്താ? നാരായണീ സ്തുതി എന്നാണ് അല്ലേ? അത് വേറെ വല്ലോടെയും കൊണ്ടുവച്ചാൽ പോരായിരുന്നില്ലേ? അവിടെ വെച്ചില്ലല്ലോ. നമുക്ക് എത്ര മണി വരെയാ? 8 7:15. ആ, അപ്പം അതിന് പകരം ആ സ്തുതിയുടെ ഉള്ളിൽ തന്നെ ഭദ്രകാളി സ്തുതി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാതെ അല്ല ആചാര്യന്മാരത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എന്താ പറയുക, പരസ്പര പൂരകത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള സീതയെ, ഈ കാളിയായിട്ടുള്ള സീതയെ, ഇപ്പോൾ ബംഗാളിലൊക്കെ രാംപ്രസാദ് സെൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കവികളുണ്ടായിരുന്നു. 16 വയസ്സുള്ളൊരു പെൺകുട്ടിയായിട്ട് അവളെ കണ്ടുകൊണ്ട് അവൾ എൻ്റെ അഹങ്കാരത്തിനെ സംഹരിക്കണവളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പദ്യങ്ങൾ രചിച്ചിട്ടുണ്ട്. ഈ രാംപ്രസാദ് സെന്നിൻ്റെ പദ്യങ്ങളാണ് കൊച്ചുകുട്ടിയാകുമ്പോൾ തൊട്ടിട്ട് ഒരാൾ കേട്ട് 1 വയസ്സ് 2 വയസ്സൊക്കെ തൊട്ട് കേട്ട് അത് പാടി 17 വയസ്സായപ്പോൾ എനിക്ക് നിന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ തല വെട്ടുമെന്ന് പറഞ്ഞിട്ട് ആ വാളെടുത്ത് കഴുത്തിന് വെട്ടാൻ പോയതും ആ ദക്ഷിണേശ്വരത്തെ കാളിയായിട്ട് കണ്ടതും
ശ്രീരാമകൃഷ്ണദേവനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഈ രാമപ്രസാദിൻ്റെ കവിതകളാണ്. കൊച്ചു കുട്ടിയാകുമ്പോൾ തൊട്ടിട്ട് ആ കാളീദർശനം ഉണ്ടാക്കി കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പല ഘട്ടങ്ങളിലും സീതയും കാളിയും ഒന്നാണെന്നുള്ള പോലെ സംസാരിച്ചിരുന്നതോ ഈവൺ ഉപാസിച്ചിരുന്നതോ ആയിട്ടുള്ളതിൻ്റെ സൂചനകളുണ്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തി, ഗ്രന്ഥങ്ങളിലൊന്നുമല്ല. ഞാനിത് ഈ വിഷയമായിട്ട് പണ്ട് ഒരാളുമായിട്ട് അവിടെ കൽക്കട്ട ഭാഗത്തുള്ള ഒരാളുമായിട്ട് സംസാരിക്കാനിടയപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അങ്ങനെ ഒരു കേൾവിയുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. 23-ാമത്തെ അധ്യായത്തിലാണ് സീത യുദ്ധത്തിനിറങ്ങണത് അത്ഭുതരാമായണത്തിൽ. ആ ഭാഗം പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. രാമൻ സഹസ്രമുഖരാവണനുമായിട്ടുള്ള യുദ്ധത്തിൽ മാരകമായിട്ട് മുറിവേറ്റ് ബോധക്ഷയം സംഭവിച്ച് ആ കയ്യിൽ കോദണ്ഡരാമനായിട്ട് തന്നെ കയ്യിലെ ധനുസ്സും പിടിച്ച് അസ്ത്രം പിടിച്ച് അങ്ങനെ ബോധം കെട്ടിട്ട് അങ്ങനെ തന്നെ വീണ് കിടക്കുന്നു. അതിൻ്റെ ഉള്ളിൽ വീഴുന്ന സമയത്ത് അമ്മ കൂടെയുണ്ട്. ആ യുദ്ധത്തിൽ ദേവി ദശമുഖരാവണനെ കൊല്ലുന്ന സമയത്ത് ദേവി അപ്പോഴും അശോകവാടികയിലായിരുന്നിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ യുദ്ധത്തിൽ ഒപ്പമുണ്ട്. ആ ദേവി തൻ്റെ യഥാർത്ഥ ആ അലൗകികവും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭീഷണവുമായിട്ടുള്ള ശക്തിഭാവത്തിനെ ആർക്കും എതിർത്ത് നിൽക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാനാവാത്ത ആ ഭാവത്തിനെ എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ കാളിയുടെ ഭാവത്തിനെ അവിടെ ആ യുദ്ധരംഗത്ത് എടുക്കുന്നത് കാണുന്നുണ്ട്. അതെങ്ങനെയാണ് മാത്രമോ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആ രാവണൻ 1000 തലയുള്ള രാവണനെയും വധിച്ചു. അവൻ്റെ സൈന്യങ്ങളെ മുഴുവൻ ആ ദേവി വധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രാമം തഥാവിധം ദൃഷ്ട്വാ മുനയോ ഭയവിഹ്വല ഹാഹാകാരം പ്രകുർവത ശാന്തി ജേപുശ്ചകേചന. അതായത് ശ്രീരാമൻ്റെ ഈ ഭീകരമായിട്ടുള്ള അവസ്ഥ, ബോധക്ഷയം കണ്ടിട്ടുള്ള ആ അവസ്ഥ കണ്ടിട്ട് മഹർഷിമാരൊക്കെ ഹാഹാകാരം വെച്ചു. ദേവന്മാരൊക്കെ അയ്യോ രാമൻ വീണല്ലോ, രാമൻ വീണല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചു എന്നാണ് പറയണത്. ആ സമയത്ത് വസിഷ്ഠ മഹർഷി സീതയുടെ അടുത്ത് പറഞ്ഞു അത്ര, അല്ലയോ സീതേ, ഈ രാമൻ വീണ് കിടക്കണ കണ്ടില്ലേ? രാമൻ്റെ മന്ത്രിമാരൊക്കെ എവിടെ പോയി? രാമൻ്റെ സൈന്യങ്ങളൊക്കെ എവിടെ പോയി? എല്ലാവരും പടക്കളം വിട്ട് ഓടിപ്പോണു. ഈ സഹസ്രമുഖ രാമനെ വീഴ്ത്തിക്കഴിഞ്ഞു. ശ്രീരാമൻ ഇനി എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചിട്ട് വിലപിക്കുന്ന 1-2 ശ്ലോകങ്ങളുണ്ട്. അത് കേട്ടിട്ട് ആ ദേവിയുടെ ഒരു ഭാവം പറയുന്നുണ്ട്. അമ്മ ശ്രീരാമസ്വാമിയെ നോക്കിയത്രേ, ആ പുഷ്പകമാകണ വിമാനം, പുഷ്പവിമാനം തന്നെയാണ് അത്ര തേര്. ആ പുഷ്പകമാകണ വിമാനത്തിൽ ബോധം നഷ്ടപ്പെട്ട് കിടക്കണ തൻ്റെ ഭർത്താവിനെ അപ്പോഴും ബോധക്ഷയം സംഭവിച്ചിരിക്കുമ്പോഴും കയ്യിൽ നിന്ന് ആ വില്ല് പോയിട്ടില്ല എന്ന്. അതായത് ധർമ്മമാണ് ഭഗവാന്റെ വില്ല്. ബോധം പോയാൽ പോലും ശ്രീരാമൻ്റെ കയ്യിൽ നിന്ന് ധർമ്മം വഴുതി പോവില്ല. അതാണ് ആ വില്ല് കയ്യിൽ തന്നെ പിടിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ താമര നയനങ്ങൾ, ആ കമല നയനങ്ങൾ ഇങ്ങനെ അടച്ചിട്ട് ബോധക്ഷയം സംഭവിച്ച് കിടക്കണ തൻ്റെ ഭർത്താവിനെ അവൾ കണ്ടു എന്ന് പറയാണ്. എങ്ങനെയാ അതിന് ശേഷം വരണ ആ ശ്ലോകമാണ്, നർദ്ദന്തം രാക്ഷസം ചാപി മഹാബലപരാക്രമം സ അട്ടഹാസം വിനാദയോച്ചൈ സീതാജനകനന്ദിനി. ഞാൻ ഒരു ക്ഷേത്ര പരിസരം അല്ലാത്തതുകൊണ്ടാണ് അത് കുറച്ചൊന്ന് ഡോസ് കുറച്ച് പറയണത്. സമയവും രാത്രിയായിക്കൊണ്ടിരിക്കുകയാണ്, അമ്മയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് രാവണൻ്റെ ആൾക്കാർ മുഴുവൻ അട്ടഹാസം കൊണ്ട്, അവരുടെ സന്തോഷം കൊണ്ട് ഇങ്ങനെ ആർത്ത് വിളിച്ച് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ലോല ശരീരയായി സുന്ദരിയായി സർവാഭരണഭൂഷിതയായിട്ട് ഇരുന്ന ആ ജനകൻ്റെ പുത്രി പെട്ടെന്ന് എല്ലൊക്കെ മരവിച്ചു പോകുന്ന തരത്തിലുള്ളൊരു ശബ്ദത്തിൽ അതിഭയങ്കരമായിട്ട് അട്ടഹസിച്ചു എന്നാണ്. അവളുടെ ശരീരത്തു നിന്നാണോ ആ ശബ്ദം വന്നത് എന്ന് തോന്നിപ്പോയി. എപ്പോഴും ശബ്ദരൂപത്തിലാണ് ആദ്യം അമ്മ വരിക. ചെലമ്പ നമ്മൾ കേൾക്കുക, അല്ലെങ്കിൽ അട്ടഹാസ നമ്മൾ കേൾക്കുക. പള്ളിവാളിൻ്റെയും ചെലമ്പിൻ്റെയും ഒക്കെ ശബ്ദം കേൾക്കുക. ഇവിടെ വരവറിയിക്കുന്നത് അതും അമ്മയുടെ ശരീരത്തിലിട്ടിട്ടുള്ള ഭസ്മരുദ്രാക്ഷങ്ങളുടെയൊക്കെ ആ ഭസ്മാദികളുടെ ഈ ഭസ്മം മറ്റ് കുറിക്കൂട്ടുകളുടെയൊക്കെ ഗന്ധം അപ്പം കുളിച്ചിട്ടിട്ടുള്ള പോലുള്ള ഒരു ഭസ്മത്തിൻ്റെ മണമാണ് ഭദ്രകാളുടെ വരവ് അറിയിക്കുന്നത്. ഇവിടെ ശബ്ദത്തിൽ കൂടെയാണ് ആദ്യം അറിയിക്കുന്നത്, വരവറിയിക്കുന്നത്. സ്വരൂപം പ്രജഹൗ ദേവി മഹാവികടരൂപിണി സുക്ഷാമ കോടരാക്ഷി ചക്രഭ്രമിതലോചന എന്നാണ് പറയണത്. സ്വഭാവം മാറി, ആ പഴയ ശാന്തതയൊക്കെ പോയി, അടങ്ങിയിരിക്കലൊക്കെ പോയി.
ശാന്തമായിട്ട് ബുദ്ധിയെ വെച്ചിരിക്കുന്നതൊക്കെ പോയി. ആ അയോധ്യയിലെ ആ പട്ടമഹിഷിയായിട്ടിരിക്കുന്ന ആ മഹാറാണിയുടെ രൂപം എവിടെയോ പോയിട്ട് മറഞ്ഞു. അവളതാ കാഴ്ചയിൽ ഭയമുളവാക്കുന്ന, ഈ പ്രപഞ്ചത്തിൽ ആരും ഇന്നേ വരെ കാണാൻ പറ്റാത്ത ഒരു വിശന്ന അലറി വിളിക്കണ ചെന്നായയുടെ പോലുള്ള മുഖത്തോടു കൂടിയവളായിട്ട് മാറി. ഒരു ഭീകര സത്വം, കണ്ണുകളിങ്ങനെ വട്ടത്തിൽ കിടന്നിങ്ങനെ കറങ്ങുക, ആ വിധത്തിൽ രക്തമിറ്റ് വീണ നാക്ക്, അതിഭയങ്കരമായിട്ടുള്ള ദംഷ്ട്രകൾ, പർവ്വതം പോലുള്ള ഒരു ശരീരം, ഈ വിധത്തിൽ വലിയ വലിയ തൊടകളും അതിഭയാനകമായിട്ടുള്ള അലർച്ചയും ഒക്കെ ആയിട്ടാണ്. ദീർഘജംഗ മഹാരാവ മുണ്ഡമാല വിഭൂഷണ അസ്ഥികിങ്കിണ ഭീമ ഭൂമാവേഗ പരാക്രമ. കാഴ്ചയിൽ അതിഭയങ്കരമായിട്ടുള്ള രാക്ഷസിയുമായിട്ടുള്ള രൂപമുള്ളവൾ, ആർക്കും ജയിക്കാൻ പറ്റാത്തവൾ, അപരാജിതയായിട്ടുള്ളവൾ, സർവശക്തിയായിട്ടുള്ളവൾ, പുഷ്ടിയോട് കൂടിയിട്ടുള്ള ശരീരത്തോട് കൂടിയവൾ, അതിവേഗതയിൽ സഞ്ചരിക്കുന്നവൾ, ഒരു നിമിഷം ഇവിടെ കണ്ട അടുത്ത നിമിഷം അവിടെ, അടുത്ത നിമിഷം അവിടെ, അതുപോലെ എല്ലാവരാലും വന്ദിക്കപ്പെടുന്നവൾ. ഖരസ്വര മഹാഘോര വികൃത വികൃതാനന ചതുർഭുജ ദീർഘതുണ്ട ശിരോലങ്കാരോജ്വല. കൂർത്ത ഒരു ശബ്ദം, ആ ശബ്ദം കേട്ടാൽ തന്നെ അസുരന്മാർ ബോധം കെട്ട് വീഴും. എല്ലാ കാഴ്ചയിൽ കണ്ടവരാവട്ടെ കേട്ടവരാവട്ടെ അവർക്കൊക്കെ മനസ്സിൽ മരണത്തെ കണ്ട അവസ്ഥയും. അവള് വെട്ടിയെടുത്ത പുതിയ തലകളാണ് അത്ര കഴുത്തിൽ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നഗ്നത മറച്ചിരിക്കുന്നു. വെട്ടിയെടുത്ത കൈകൾ കൊണ്ട് നഗ്നത മറച്ചിരിക്കുന്നു. സാക്ഷാൽ അഗ്നി ഭഗവാൻ വന്ന് സ്ത്രീരൂപം എടുത്ത് നിൽക്കണമെന്ന് തോന്നുന്ന വിധത്തിൽ തീ പോലുള്ള ഒരു ശരീരം, എന്നാൽ ഇരുണ്ട് കാർമേഘം പോലെ, ദിക്കുകളെ മുഴുവൻ മറയ്ക്കുന്ന പോലുള്ള മുടി, കയ്യിൽ അതിഭീഷണമായിട്ടുള്ള പള്ളിവാള്. ഈ വിധത്തിൽ ദേവിയെ കണ്ടു. ലലജിഹ്വ, നീണ്ട് ഇളകിക്കൊണ്ടിരിക്കണ നാക്കുകളാണ് ലലജിഹ്വ. അഗ്നിയുടെ നാളങ്ങൾ ഇളകണ പോലെയാണ് നാക്ക് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും ദേവിയുടെ. ആ ഖേജരി മുദ്രയാണത്. നാക്കിൻ്റെ അടിയിൽ നമുക്കൊക്കെ ഉള്ള തൊലിയില്ല അമ്മയ്ക്ക്, ആ സെപ്റ്റം, ആ താഴേക്ക് പിടിപ്പിക്കണ സെപ്റ്റം ഇല്ല. അതിങ്ങനെ ഇഷ്ടാനുസരണം നീട്ടാനും അകത്തേക്ക് കൊണ്ടുവരാനും പറ്റും. അത് യോഗികൾക്ക് അകത്തേക്ക് മടക്കി ഉള്ളിക്ക് വെക്കണ ഖേജരി. അത് കാളി ഈ നാക്ക് നീട്ടി നിൽക്കുന്നത് അതുകൊണ്ടാണ്. അല്ലാണ്ട് ശിവൻ്റെ മേലെ ചവിട്ടിയപ്പോൾ ഐ എന്ന് പറഞ്ഞിട്ട് കടിച്ചു എന്നൊക്കെയാണ് ഇവിടെ ആൾക്കാർ പറയുക. അതൊന്നും അല്ലാതെ അത് ഖേജരി മുദ്രയത്. ആ ലലജിഹ്വയായിട്ട് നാക്ക് നീട്ടി അതിങ്ങനെ രക്തം കൊണ്ടും ഉമിനീര് കൊണ്ടും നനഞ്ഞ്, എങ്ങനെയാണോ ചെന്നായുടെ നാക്കിൽ നിന്ന് ഇങ്ങനെ ഉമിനീരും രക്തവും കൂടെ അങ്ങനെ ഇറ്റിറ്റ് വീഴും, അതുപോലെ വീണു എന്നാണ് കവി എഴുതിയിരിക്കുന്നത്. മുടി കിരീടമൊന്നുമല്ല, ജടാമകുടമാണ്. നീണ്ട അച്ഛൻ്റെ പോലുള്ള ജടകൾ, വലിയ ദീർഘകാല തപസ്സിൻ്റെ ഫലമായിട്ടുള്ള മുടിയഴകളെ ഇങ്ങനെ കെട്ടി കൈലാസ ശിഖരം പോലെ ഉയർത്തി കെട്ടി വെച്ചിരിക്കുന്നു. ആ ജടയെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അമ്മയെ കണ്ടാൽ കാലത്തിൻ്റെ സമുദ്രം പോലെ, പ്രളയകാലം വന്ന പോലെ കാലസ്വരൂപിണിയായിട്ട്, കാലകാലൻ്റെ പുത്രിയായിട്ട്, കാലകാലൻ്റെ പത്നിയായിട്ട് ഏതൊരു ഭാവത്തിലാണോ അമ്മ ഇരിക്കുന്നത്, അങ്ങനെയുള്ള ആ ദേവി കയ്യിൽ അതിഭയങ്കരമായിട്ടുള്ള മുള്ളുകളൊക്കെ വെച്ചിട്ടുള്ള ചങ്ങലകൾ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു ചാട്ടയും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. 4 തൃക്കരങ്ങളോട് കൂടിയിട്ടാണ് ദേവി പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെയുള്ള അവൾ അലറിക്കൊണ്ട് ആ പുഷ്പക വിമാനമാകണ ആ രഥത്തിനെ ഒന്ന് വിരലുകൊണ്ട് അമർത്തിയിട്ട് അങ്ങോട്ട് ആകാശത്തേക്ക് അങ്ങോട്ട് ചാടി. ആ ചാടി അതിഭയങ്കരമായിട്ടുള്ള വാള് വീശിക്കൊണ്ട് ആ രാവണൻ്റെ 1000 തലകളുടെ ഒരു നിരപ്പ് കിട്ടണ വിധത്തിൽ അങ്ങോട്ട് ചെന്നിട്ട് ഒരു വീശുകൊണ്ട് ഈ 1000 തലകളി നിമിഷ നേരം കൊണ്ട് അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് ഇട്ടു എന്നാണ്. കണ്ണടച്ച് തുറക്കണ നിമിഷത്തിൽ ഒരു തല മറ്റേ തല അറക്കുണ്ടെന്ന് അറിയണതിന് മുന്നേ അറുത്തുപോയി എന്നാണ്. ഒരു ചാട്ടം. അങ്ങനെ ആ സഹസ്രമുഖ രാവണനെ വധിച്ച ആ കാളീശ്വരൂപിണിയായിട്ടുള്ള സീതയെ മനസ്സുകൊണ്ട് എല്ലാവരും സാഷ്ടാംഗം നമസ്കരിക്കുക. ഈ വിധത്തിൽ അനവധി രാക്ഷസന്മാരെ അമ്മ വധിക്കണത് പറയുന്നു. അതൊക്കെ പറഞ്ഞതിന് ശേഷം ശ്രീരാമസ്വാമിക്ക് ബോധം കൊടുക്കണു. ബോധം കൊടുത്തു കഴിയുമ്പോൾ തൻ്റെ പ്രാണപ്രേയസിയായിട്ടുള്ള ആ പരമസുന്ദരിയായിട്ടുള്ള ആ ദേവിയെ ഈ രൂപത്തിൽ കണ്ടിട്ട് ശ്രീരാമൻ്റെ ഒരു സ്തുതിയുണ്ട്. നമുക്കതൊന്നും സമയമില്ല. 2 അധ്യായങ്ങളായിട്ട് വിസ്തരിച്ചിട്ട് ആ സ്തുതി, അതിൽ ശാക്തതത്വവും വേദാന്ത തത്വവും കൂടെ അങ്ങോട്ട് ചേർത്ത് വെച്ചിരിക്കുന്നു.
അത്ര ഗംഭീരമായിട്ട് ഈ കാണായ സകല വസ്തുക്കൾ മുഴുവൻ ആ കാളിയാണ് 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 എന്ന് പറഞ്ഞു വെക്കണ ഒരു ഗംഭീര സ്തുതി, ശ്രീരാമകൃത സീതാകാളി സ്തുതി എന്ന് വിളിക്കാം. നീ അതാണ്, നീ ഇതാണ്, പ്രപഞ്ചത്തിൽ ഓരോന്നെടുത്തെടുത്തെടുത്തെടുത്ത് പറയണ്. നിന്നെ എനിക്ക് തിരിച്ചറിയാനാവണില്ലല്ലോ. ഞാൻ പലപ്പോഴും പല പ്രഭാഷണങ്ങളും പറയാറുണ്ട്, പല മഹാത്മാക്കളെ അവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് പോലും അറിയില്ല. അതിപ്പോൾ കുറച്ച് നേരത്തെ കൂടെ ഞാൻ പറഞ്ഞു അല്ലേ, ഇവിടെ അകത്തുനിന്ന് എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആരോ ചോദിച്ചപ്പോൾ വർഷങ്ങൾ കൂടെ ജീവിച്ചിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞ് 50 കൊല്ലമായി 70 കൊല്ലമായി എന്ന് പറയും. ഭർത്താവ് ആരാന്ന് ഭാര്യയ്ക്കോ, ഭാര്യ ആരാന്ന് ഭർത്താവിനോ അറിയുന്നുണ്ടാവില്ല. പ്രപഞ്ചം അങ്ങനെയാണ്. ഉപാസകൻ സാധകൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അതേപോലെ ശ്രീരാമൻ പറയുക, എനിക്ക് നിന്നെ അറിയില്ല, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ അർജുനന് ദിവ്യചക്ഷുസ് കൊടുത്തത് വിശ്വരൂപം കാണാൻ, അതുപോലെ സീത ദിവ്യചക്ഷുസ് കൊടുക്കും ശ്രീരാമന് ആ കാളീഭാവത്തിനെ തിരിച്ചറിയാൻ. ഇതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ പൊട്ടിപ്പോവും, അതുകൊണ്ട് പറയുന്നില്ല. ഇതിവിടെ അവസാനിപ്പിക്കേണ്ട സ്പോട്ടിൽ ഇത് അവസാനിപ്പിക്കണം. കാരണം ഇതിന് കൂടുതൽ പറഞ്ഞാൽ ഇത് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അത്ഭുതരാമായണമൊക്കെ തപ്പിപ്പിടിച്ച് വായിക്കുക. അത്ഭുതരാമായണത്തിന് മലയാളത്തിലൊക്കെ എനിക്ക് തോന്നുന്ന ഒരു പബ്ലിക്കേഷനൊക്കെ വന്നിട്ട് കാലങ്ങളായി കഴിഞ്ഞു. കാരണം ആ സമയത്ത് ഈ ആരുടെയൊക്കെ കൂടെയാണ് അമ്മയെ ശ്രീരാമൻ കണ്ടതെന്നൊക്കെ അത്ഭുതരാമായണത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അമ്മയുടെ സകല ശക്തികളും കൂടെയാണ്. പ്രഭാവതി, വിശാലാക്ഷി, പാലിത, ഗോണാശി, ശ്രീമതി, ബഹുള, ബഹുപുത്രിക, അപ്സുജ, ഗോപാലി, ബൃഹദാംബാലിക, ജയാവതി, മാലതിക, ധ്രുവരത്ന, ഭയങ്കരി, ഇങ്ങനെ ദേവിയുടെ കൂടെയുള്ള അമ്മയുടെ സകല പാർഷദ പ്രവരകളോട് കൂടിയിട്ടാണ് ശ്രീരാമൻ കാണുന്നത്. തൻ്റെ പത്നിയായിട്ട്, തൻ്റെ കൂടെ, തൻ്റെ ധർമ്മപത്നിയായിട്ട്, താൻ അഗ്നിസാക്ഷിയായിട്ട് ധനുസ് ഭേദിച്ചിട്ട് ആരെയാണോ വിവാഹം കഴിച്ചത് അവളുടെ കൂടെയുള്ള യോഗിനിമാരെ തന്നെ വിസ്തരിക്കുന്നുണ്ട്. അനവധി ശ്ലോകങ്ങളാണ്. ഞാനിപ്പോൾ പറഞ്ഞൊന്നും എവിടെയായിട്ടില്ല, ഇനിയും കിടപ്പുണ്ട്. സുഭഗ, ലംബിനി, ലംബ, വസുചൂട, വികടിനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ദേവതകളെയൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അത് ഏകദേശം ഒരു 10-30 ശ്ലോകം അത് പോവും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ദേവിയുടെ ഒരു വർണ്ണന, അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത്, ആ സമയത്ത് പ്രപഞ്ചം എങ്ങനെ വിറച്ചു കാളിയുടെ ആ ഭാവം കണ്ടിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വേദാന്തത്തിൻ്റെ ചാറിൽ മുക്കിക്കൊണ്ട് ബ്രഹ്മാവിനെയൊക്കെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് ഈ കാളിയെ സ്തുതിക്കണത് ശ്രീരാമൻ. അതിങ്ങനെ ആ സ്തുതി തന്നെ കുറേ നേരമുണ്ട്. ആ സ്തുതിയുടെ അവസാനത്തിലുള്ള നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല, എന്നിട്ട് കുറേ സ്തുതിച്ചിട്ടും ശരിയാവണില്ല, മനസ്സിലാക്കാൻ പറ്റണില്ല. എന്തിനാണ് നമ്മൾ ഭഗവാനെ സ്തുതിക്കണത്? ഭഗവാനെ നമുക്ക് അകത്ത് അനുഭവിക്കാനാണ്, അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് സ്തുതിക്കേണ്ടത്. അല്ലാണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കുക, അമ്മയെ സന്തോഷിപ്പിക്കുക എന്നല്ല. നമ്മുടെ അകത്ത് ഒരാഹ്ലാദം വരും. ഇപ്പം ഈ ഭാഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു സന്തോഷം വരുന്നുണ്ടാവും. ആ സന്തോഷമാണ് അമ്മ. അത് അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ. ആ ദേവിയുടെ ആ പ്രഭാവം കൊണ്ടാണ് നമുക്ക് ആ ഒരു ശരീരത്തിനാകെ ഒരു തൂവൽ പോലുള്ളൊരു ഫീല് വരും, ഒരു ആനന്ദം വരും, കണ്ണിൽ ജലം വരും. ഇതൊക്കെ വരണത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ഭാവം രാമനുണ്ടായി. എന്നാലും രാമന് മനസ്സിലാക്കാൻ സാധിക്കില്ല ആ മഹാത്മാവിൻ്റെ വിനയം. നാരായണൻ പറയുക, അല്ലയോ നാരായണി, എനിക്ക് നിന്നെ മനസ്സിലാവില്ല എന്ന്. അപ്പോൾ അമ്മ മാംസചക്ഷുസ് മാറ്റി ദിവ്യചക്ഷുസ് കൊടുത്തതായിട്ട് അത്ഭുതരാമായണം പറയണം. അപ്പോഴാണ് അത്ര ദേവിയുടെ ആ വിശ്വരൂപം കാണുന്നത്. ആ വിശ്വരൂപം കണ്ട് സാഷ്ടാംഗം നമസ്കരിച്ച് ശ്രീരാമൻ ദേവിയെ ആ പൂർവ്വരൂപത്തിൽ, ബ്രഹ്മാദികൾ അമ്മയെ ആ പൂർവ്വരൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സ്തുതിച്ച് അമ്മ പഴയ രൂപത്തിൽ വന്ന് വീണ്ടും ശ്രീരാമനെ വണങ്ങി ശ്രീരാമനെ നമസ്കരിച്ച് നിൽക്കുന്ന ഭാര്യയായിട്ട് മാറുകയാണ്. അതാണ് പരാശക്തിയുടെ മഹത്വം എന്നാ പറഞ്ഞ് അത് അവസാനിപ്പിക്കണം. അങ്ങനെ അതിനുശേഷം പുഷ്പകത്തിൽ ഏറിയിട്ട് അവർ അയോധ്യയിലേക്ക് തിരിച്ചു പോയതായിട്ട് അത്ഭുതരാമായണത്തിൽ പറയുന്നു. അപ്പോൾ ഇതാണ് സീതയുടെ കാളീഭാവത്തിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു, ഒരു തിയറി പറഞ്ഞു, താന്ത്രികമായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ തൊട്ടു, അവസാനം ഒരു അനുഭവം പറഞ്ഞു. അത്യന്തികമായിട്ട് ഈ അനുഭവമാണ് നമുക്ക് കിട്ടേണ്ടത്. ബാക്കി എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. കുറേ ഫാക്റ്റും ഫിഗറും പഠിച്ചിട്ടും ചരിത്രത്തിൽ അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ ഇതാണോ ശരി അതാണോ ശരി ഒന്നുമല്ല. നമ്മൾ ആ ഒരു സെക്കൻഡ് അമ്മയെ കണ്ടു, ആ കണ്ടാൽ മതി. ആ കണ്ടത് അകത്ത് കണ്ടാൽ ഏറ്റവും അകത്ത് കണ്ടാലേ പുറത്ത് കാണാൻ പറ്റുള്ളൂ. അകത്ത് കാണാത്ത ഒന്നും പുറത്ത് കാണാൻ പറ്റില്ല. എല്ലാപ്പോഴും ഞാൻ പറയാറുണ്ട്, ധ്രുവാന്ന് അകത്താണ് വിളിച്ചത്. ഇതാ നോക്കുമ്പോൾ 4 കൈയുള്ള ഒരാൾ വീണ്ടും വിളിച്ചു, കണ്ണു തുറന്ന് നോക്കി. അപ്പോൾ അത് അകത്ത് കണ്ട ആൾ പുറത്ത് നിൽക്കുള്ളൂ. അത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഭഗവാനാണെങ്കിലും ഒക്കെ അങ്ങനെ വരുള്ളൂ, അങ്ങനെ കാണാനും സാധിക്കുള്ളൂ. നിങ്ങളെല്ലാവരെയും ആ പരാശക്തി, ആ ശ്രീഭദ്രകാളി, ആ സീതാദേവി മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അമ്മയുടെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ബാലേട്ടനെ മനസ്സുകൊണ്ട്, അമ്മയും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പൊന്നൂരുവായൂരപ്പൻ്റെ നാമത്തിൽ ഈ എളിയ പ്രഭാഷണത്തിന് അമ്മയുടെ തൃപ്പാദങ്ങളിൽ ദക്ഷിണയായിട്ട് സമർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും, നിങ്ങളുടെ തലമുറകളെ, ഈ ദേശത്തിനെ അമ്മ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ ചൈതന്യം ഉത്തരോത്തരം വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, അമ്മേ സർവേശ്വരി, ശംഭോ നാരായണ.